أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله رسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى. وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون. وقال نبينا محمد صلى الله عليه وسلم: لا تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفنى وعن علمه فيما فعل فيه وعن ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما أبلاه. روينا حديثا في الصحيحين 7 يظلهم المولى بخير ظلال يظلهم في ظله الله يوم لا سوى ظله ظل فهاك مقالي. إمام له عدل ومن في عبادته نشأ بالتقى لله لا بضلال. ومن قلبه يهوي المساجد دائما تعلقه فيها بغير زوال. ومتصدق نخف التصدق لم يكن بما أنفقت يمناه
علم الشمال ورجلان في الله الكريم تحاببا بحال افتراق منهما ووصال وإني أخاف الله من قال عندما دعته ذات منصب وجمال يقيم حكم عمل پیہم محبت فاتح عالم جہاد زندگانی میں ہے مردوں کی شمشیریں صلی اللہ علی محمد علیہ وسلم اللهم صل على محمد يا ربي صل عليه وسلم. വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന മാമാക്കുന്ന ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയുടെ അസിസ്റ്റന്റ് സദർ ഉസ്താദ് ആദരണീയരായ മുസ്തഫ ഉസ്താദ് അവർകളെ, വേദി ഉദ്ഘാടനം ചെയ്ത് നമ്മെ ധന്യരാക്കിയ മാമാകുന്ന് മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെ സമാധാനായ ഖതീബ് ആദരണീയരായ മുഹയ്യിദ്ദീൻ ബാഖവി ഉസ്താദ് അവർകളെ, വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ മാമാകുന്ന് മഹല്ല് വെൽഫെയർ അസോസിയേഷന്റെ സമാധാനായ ജനറൽ സെക്രട്ടറി പി കെ റസീം സാഹിബ് അവർകളെ, വേദിയിൽ ഉപവിഷ്ടരായ സമുന്നതരായ പണ്ഡിത മഹത്തുക്കളെ, മാമാകുന്ന മഹല്ല് മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ ഭാരവാഹികളെ, നേതാക്കളെ, പ്രവർത്തകരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിളിയാളം കേട്ട് ഈ സദസ്സിലെത്തിച്ചേർന്ന സ്നേഹനിധികളായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ജഗനിയന്തവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദിയിൽ നമ്മൾ ഒരുമിച്ച പോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൻ നഈമിലും അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം വളരെ താമസിച്ചാണ് ഇന്ന് തുടങ്ങുന്നത്, അതുകൊണ്ട് വളരെ നേരത്തെ നിർത്തും. അങ്ങനെ താമസിച്ചു തുടങ്ങുന്നത് കൊണ്ട് നേരത്തെ നിർത്തും. നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടാക്കുകയില്ല. ഒരല്പസമയം നമ്മൾ കുറച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ദുആ ചെയ്ത് പിരിഞ്ഞു പോകാം. അല്ലാഹു ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ഒരു വിഷയം, തുബഅഥൂന യൗമൽ ഖിയാമ. ലോകത്തങ്ങനെ ഒരുപാട് സമാനമായ കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ഒരു കാര്യം, തുബഅഥൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങൾ പുനർജന്മം ചെയ്യപ്പെടും എന്നതാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പുനർജന്മം ചെയ്യപ്പെടും എന്നാണ് അള്ളാഹുവിന്റെ ഹബീബും പഠിപ്പിച്ച ഏറ്റവും പ്രധാനമായ ഒരു വിഷയം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രധാനമായ വിഷയം എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഹബീബ് ഏറെയും സംസാരിച്ചതാ ലോകത്തെക്കുറിച്ചാണ്. അങ്ങനെ ഭൂമിയെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ സംസാരിച്ചത് ആ ലോകത്തെക്കുറിച്ചാണ്. ഭൗതികമായ ജീവിതത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സംസാരിച്ചതിനേക്കാളും കൂടുതൽ സംസാരിച്ചത് ഉഖറവിയായ ജീവിതത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട്? വഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. യഥാർത്ഥമായ ജീവിതം പാരത്രികമായ ജീവിതമാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭൂമിയിലേക്ക് കടന്നു വന്ന എല്ലാ ആളുകളും മരിച്ചു പോകുന്നതാണ്.
എല്ലാ ആളുകളും മരിച്ചു പോകും. ഈ പ്രപഞ്ചത്തിൽ ഒരു സമയം കടന്നു വരാനുണ്ട്. ശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ ശക്തമായ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക് ദുൽ ജലാലി വൽ ഇക്റാം. അണ്ടകടാഹത്തിലുള്ള സർവവും നശിച്ചുപോയി. പ്രപഞ്ചനാഥനായ അല്ലാഹു മാത്രം ശേഷിക്കുന്ന ഒരു ദിനം കടന്നു വരാനുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും മരിച്ചുപോയവരാണ്. എല്ലാവരും ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. മാത്രമല്ല ഒരു 150 വയസ്സിന്റെ മുകളിലുള്ള ആരും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല. ശാസ്ത്രം തന്നെ പറയുന്നത് 120 മേലെ പിടിച്ചു നിൽക്കുക എന്നത് പ്രയാസമാണ്. ശ്രദ്ധിക്കണേ, അണ്ടകടാഹത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു ഒരു പ്രത്യേകമായ അവധിയാണ് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. അവധി കഴിഞ്ഞാൽ ചരാചരങ്ങൾ എന്ന വ്യത്യാസമില്ല, ജീവജാലങ്ങൾ എന്ന വ്യത്യാസമില്ല, സർവമാന വസ്തുക്കളും എല്ലാം നശിച്ചു പോകുന്നതാണ്. ഈ അണ്ടകടാഹം തന്നെ നശിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്നത് ഇലാ അജലിൻ മുസമ്മാ, ഒരു നിശ്ചിതമായ അവധി വരെയാണ്. ആ നിശ്ചിതമായ അവധിയിലേക്ക് പ്രപഞ്ചം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വശംസു തജ്രീ ലിമുസ്തഖറില്ലഹാ ദാലിക തഖദീറുൽ അസീസിൽ അലീം. ഒരു പ്രത്യേകമായ മുസ്തഖറിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ വരെ അതിന്റെ മുസ്തഖറായ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിശ്ചലമാകുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ, എല്ലാം അതിന്റെ നിശ്ചിതമായ സമയത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും അല്ലാഹു നിശ്ചയിച്ച സമയമുണ്ട്. നമ്മളും ആ സമയം വരെ കാത്തിരിക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ആ നിശ്ചിതമായ സമയമായ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിക്ക് നമ്മളും വിധേയമാകുന്നതാണ്. ഈ ജീവിതം അല്ലാഹു നൽകിയ കാലം എത്രയാണോ അത് കഴിഞ്ഞാൽ നമ്മൾ അവസാനിച്ചു പോകുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ ലോകത്ത്. അതിലേറ്റവും പ്രധാനമായ ഒരു അനുഭവമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതെന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നതും പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി ആണയിട്ട് പറഞ്ഞതും എല്ലാ വെള്ളിയാഴ്ചയും അധിക ഖതീബുമാരും പള്ളിയിൽ വെച്ച് ഓതാറുള്ള പരിശുദ്ധമായ ഖുർആൻ ജുമാ നമസ്കാരത്തിലെ രണ്ടാമത്തെ റക്അത്തിൽ ഓതാറുള്ള സൂറത്തിന്റെയും പര്യവസാനവും അതാ ഇന്ന ഇലൈനാ ഇയാബഹും തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ്. ഇന്ന ഇലൈനാ ഇയാബഹും, നിങ്ങൾ മടങ്ങി വരുന്നത് എന്നിലേക്കാണ്. തുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, പിന്നെ നാം നിങ്ങളെ വിചാരണ ചെയ്യുന്നതാണ്. പരിശുദ്ധമായ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ പ്രിയമുള്ള സഹോദര, എങ്ങോട്ടാണ് ഈ മനുഷ്യൻ പോകുന്നത് എന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ. ഒരു പ്രത്യേകമായ പരിധി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനും കഴിയുന്നില്ല ആർക്കും. എല്ലാവരും മരണത്തിന് കീഴൊതുങ്ങുകയാണ്. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായാലും ആരോഗ്യ വിശ്വഖരനായാലും ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും അയാളും മരണത്തിന് കീഴൊതുങ്ങുകയാണ്. കണ്ടില്ലേ നമ്മൾ ഇന്ത്യയുടെ ആത്മാഭിമാനം വാനത്തോളം ഉയർത്തിപ്പിടിച്ച ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പുകൾ കൊണ്ട അബ്ദുൽ കലാം പോലും കണ്ടില്ലേ നമ്മൾ. അയാൾ തന്റെ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ അക്ഷരങ്ങൾ പോലും വായിച്ചു തീർക്കാൻ അല്ലാഹു സമയം അനുവദിച്ചില്ല. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈയിടെ കണ്ട ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യം അത് തന്നെയായിരുന്നില്ലേ? താൻ സെമിനാർ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന, വിഷയാവതരണത്തിന് വേണ്ടി പോകുന്ന സദസ്സിലേക്ക് തന്റെ കൈകൾ കൊണ്ട് സെമിനാറിൽ അവതരിപ്പിക്കേണ്ട പ്രബന്ധം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഇന്ത്യ രാജ്യത്തെ അഗ്നി എന്ന് പറയുന്ന മിസൈലിന്റെ മുകളിൽ കയറ്റി നിർത്തിയത് ഇന്ത്യയുടെ പ്രസിഡന്റ്
ഉണ്ടായിരുന്നു. അഗ്നിച്ചിറകുകളിൽ ഇന്ത്യയെ ഉയർത്തിപ്പിടിച്ച ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ആളാണ്. ശ്രദ്ധിക്കണം, റോക്കറ്റ് വിക്ഷേപണ മേഖലയിൽ ഇന്ത്യ രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച ആളാണ്. അദ്ദേഹത്തിന് തന്റെ കൈകൊണ്ട് നിർമ്മിച്ച റോക്കറ്റ് ഇത്ര സമയം കൊണ്ട് ഇത്ര വേഗതയിൽ സഞ്ചരിച്ച് ഇന്ന സ്ഥലത്തെത്താൻ കഴിയുമെന്ന് അയാൾക്ക് പറയാൻ കഴിയുമായിരുന്നോ? ആലോചിക്കണേ എന്റെ പ്രിയമുള്ള സഹോദര, തന്റെ കൈകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മിസൈൽ ഇന്ത്യയിൽ നിന്ന് തൊടുത്തുവിട്ടാൽ ഇത്ര സമയം കൊണ്ട് ശത്രു രാജ്യത്തിന്റെ ഇന്നത്തലത്തെത്തിച്ചേരാനും ശത്രു രാജ്യത്തിന്റെ ഭരണശിരാ കേന്ദ്രങ്ങൾ ഇടിച്ചു വിടുത്താനും കഴിയുമെന്ന് പറഞ്ഞിരുന്ന ഇന്ത്യയുടെ പ്രസിഡന്റല്ലേ? ആലോചിക്കണേ നിങ്ങൾ. അയാളുടെ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ അക്ഷരങ്ങൾ പൂർണ്ണമായി വായിച്ചു തീർക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ ആലോചിക്ക്, താൻ പ്രബന്ധം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ മരണമെന്ന് അയാൾക്കറിയുമായിരുന്നെങ്കിൽ ആ പ്രബന്ധം അവതരിപ്പിക്കാൻ അദ്ദേഹം പോകുമായിരുന്നു. ഏറെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. 6:20 5 മണിക്കൂറും 25 സെക്കൻഡ് കൊണ്ടും എന്റെ റോക്കറ്റ് സഞ്ചരിച്ച് ഇത്ര ദൂരം കടന്നു കയറും എന്ന് പറയാൻ കഴിഞ്ഞിരുന്ന ഒരാൾക്ക് താൻ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ അക്ഷരങ്ങൾ വായിക്കാൻ ഇത്ര സമയമേ ഉള്ളൂ എന്ന് പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന ഇലൈനാ ഇയാബഹും, ഭൂമി ലോകത്ത് മനുഷ്യർക്ക് ഏറെ പിടുത്തം കിട്ടാത്തൊരു സംഗതി ഏതാണ്? മനുഷ്യൻ മരണത്തെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് മനുഷ്യനോളം പഴക്കമുണ്ട്. മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? പ്രപഞ്ചത്തിൽ ഒരുപാട് കാലങ്ങളായി നടന്ന പഠനങ്ങളാണ്. പക്ഷെ ഇന്ന് വരെ ലോകത്തിനതിന് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. പരിശുദ്ധ ഖുർആൻ യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ഹബീബായ നബിയേ, ആത്മാവിന്റെ രഹസ്യത്തെ കുറിച്ച് ആളുകൾ അങ്ങയോട് ചോദിക്കുന്നുണ്ടല്ലോ നബിയേ. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ആത്മാവിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു തരാമോ നബിയേ? ലോകം അന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. ആലോചിക്കണേ നിങ്ങൾ, എന്തീ മനുഷ്യ ശരീരത്തിൽ നിന്ന് റൂഹ് വേർപെട്ടു പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്താൻ കഴിയുമോ? ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രിയമുള്ള സഹോദര, ചിന്തിക്കണം നിങ്ങൾ, മനുഷ്യന്റെ ഈ യാത്ര എങ്ങോട്ടാണ്? മനുഷ്യന് മുമ്പിൽ എന്നും ചോദ്യചിഹ്നമായി നിൽക്കുന്നൊരു ചോദ്യമാണിത്, ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണിത്. ഈ മനുഷ്യന്റെ യാത്ര എങ്ങോട്ടാണ്? ഇതുവരെ പറയാൻ കഴിഞ്ഞില്ല. ചിന്തിക്കണേ, 2 വയസ്സ് പ്രായമാകുമ്പോൾ പിതാവ് മരിച്ചുപോയ ഒരു കുഞ്ഞുമോനാണ്. ആ കുഞ്ഞുമോനാണ് 10-12 വയസ്സായിട്ടുണ്ടവന്. തന്റെ കൂടെയുള്ള കൂട്ടുകാരോടുകൂടെ അവൻ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഉച്ച സമയമായപ്പോൾ ആ കുട്ടികളെല്ലാം അവരുടെ പിതാക്കന്മാരെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നത് ഭക്ഷണം കഴിപ്പിക്കാനായി. ഇവൻ മാത്രം ഗ്രൗണ്ടിൽ ഒറ്റക്കായി. അപ്പോഴാണ് ഇവൻ ചിന്തിക്കുന്നത്, എല്ലാവരെയും അവരുടെ പിതാക്കന്മാരെ വെച്ചു കൊണ്ടുപോയല്ലോ, എന്നെ വിളിക്കാൻ എന്റെ ഉപ്പ വന്നില്ല, എന്റെ ഉപ്പയെ കണ്ട ഓർമ്മ എനിക്കില്ലല്ലോ. ഇവൻ നേരെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നമ്മുടെ പിതാവ് എവിടെയാണ്? എന്റെ പ്രിയപ്പെട്ട ഉപ്പ എവിടെയാണ്? അപ്പോഴാണ് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്, 2 വയസ്സെടുക്കാനായപ്പോൾ അവന്റെ പിതാവ് മരണപ്പെട്ടു പോയ കാര്യം. അപ്പോഴാണ് ഈ കുഞ്ഞുമോന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, എന്റെ പിതാവിനെ ഒന്ന് കാണണമെന്ന്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഉപ്പയെ കാണണം എന്ന മോഹമില്ലാത്തവരാരാണ്? ഈ കുഞ്ഞുമോന്റെ മനസ്സിലൂടെ ഈ ചന്ത കടന്നു പോകുന്നു. നേരെ അവൻ പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. പള്ളിയുടെ വലതുവശത്തായി പച്ച പെയിന്റ് അടിച്ചിരിക്കുന്ന ഒരു മീസാൻ കല്ലുണ്ട്. ആ മീസാൻ കല്ലിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ് ഹാജി എന്ന്. അതാണ് അവന്റെ പിതാവിന്റെ ഖബർ. അവനതാ മീസാൻ കല്ലെടുത്ത് മാറ്റുകയാണ്. കയ്യിലുണ്ടായിരുന്ന മൺവെട്ടി കൊണ്ട് ഖബറിന്റെ മുകളിൽ നിന്നവൻ മണ്ണ് നീക്കുകയാണ്. എന്തിനാണ്? തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുഖമൊന്നു കാണാൻ. മണ്ണവൻ നീക്കുന്നു. മണ്ണ് നീക്കി മുട്ടോളം താഴേക്കെത്തിയപ്പോൾ പിതാവിന്റെ മുകളിൽ, പിതാവിന്റെ ഖബറിന്റെ മുകളിൽ എടുത്തു വെച്ചു പോയിരിക്കുന്ന മൂടുകല്ലിലേക്കാണ് വരുത്തുന്നത്. ഓരോ മൂടുകല്ലും അതാവൻ ആവേശത്തോടെ എടുത്ത് വെളിയിലേക്ക് എറിയുകയാണ്. എന്തിന്? പിതാവിന്റെ മുഖമൊന്ന് കാണാൻ. എല്ലാ കല്ലുകളും മാറ്റിയിട്ടവൻ ഖബറിലേക്ക് എത്തി നോക്കുന്നു. പിതാവില്ല എന്റെ സഹോദര, പിതാവിന്റെ മുഖമില്ല എന്റെ പ്രിയമുള്ളവരെ. പിതാവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളില്ല എന്റെ സഹോദര. പിതാവിന്റെ മുഖം കണ്ടില്ലെങ്കിലും തനിക്ക് ജന്മം നൽകിയ പിതാവിന്റെ ശരീരം
ശരീരത്തിന്റെ അസ്ഥിപഞ്ജരങ്ങളെങ്കിലും കണ്ട് ആശ്വസിക്കട്ടെ എന്ന് കരുതി കയ്യിലുണ്ടായിരുന്ന മൺവെട്ടി ഖബറിന്റെ ആഴിയിലേക്ക് താഴ്ത്തിയിട്ട് ആ മണ്ണ് ചികഞ്ഞു നോക്കുകയാ. ഒരു പിതാവിന്റെ ശരീരത്തിന്റെ ഒരംശം പോലും ആ മണ്ണിലവനെ കാണാൻ കഴിയുന്നില്ല. ചോദിക്കേണ്ട പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യന്റെ യാത്ര എങ്ങോട്ടാണ് എന്ന് ലോകത്തോട് ലോകം മൗനിയാണ്, മറുപടിയില്ലവർക്ക്. ഇവിടെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, പറയൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 14 നൂറ്റാണ്ട് മുമ്പ് വിളിച്ചു പറയുന്നത് വ ഇന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. ആഖിറത്തിലെ ജീവിതമാണ് യഥാർത്ഥമായ ജീവിതം. ഈ മനുഷ്യർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് അല്ലാഹു വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇനി അടുത്തത് വരാനുള്ളതാണ്. ആ ജീവിതത്തിലേക്കാണ് നമ്മൾ കടക്കാനിരിക്കുന്നത്. ഏത് സമയത്താണെന്ന് പറയാൻ പറ്റില്ല. നബീൽ എന്നൊരു കുഞ്ഞുമോൻ, ഞാൻ ഓർക്കുകയാണ് ആ വാർത്ത വായിച്ചത്. നബീൽ എന്ന കുഞ്ഞുമോൻ ഈ നാട്ടുകാരനായിരുന്നല്ലോ. പത്രം വിൽപ്പന നടത്തുന്ന സമയത്താണ് ആ ജീവിതത്തിലേക്ക് അല്ലാഹുവിനെ കൊണ്ടുപോയത് എന്ന കാര്യം എന്നേക്കാളേറെ അറിയുന്നവരാണല്ലോ നിങ്ങൾ. ഈ നാട്ടുകാരനായിരുന്ന കുട്ടിയായിരുന്നില്ലേ? പത്രം വിൽക്കുകയാണ് അവൻ. പത്രവിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാ അല്ലാഹു നൽകിയ സമയം തീർന്നു പോയത്. അപ്പോഴാണ് അവൻ മരണത്തിന് കീഴടങ്ങുന്നത്. അങ്ങനെയാണ് അവൻ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം കഴിയുമ്പോഴേക്ക് അവൻ ഖബറിന്റെ അഴിയിലേക്ക് താഴ്ന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഭൂമി ലോകത്ത് ഇന്നുവരെ ഒരു മനുഷ്യനും പറയാൻ കഴിയാത്ത ഒരു 4-5 കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് എണ്ണി പഠിപ്പിച്ചു കൂട്ടത്തിൽ ഒന്ന്, വമാ തദ്രീ നഫ്സൻ ബിഅയ്യി അർളിൻ തമാത്. ഒരു ശരീരത്തിനും പറയാൻ കഴിയില്ല ആ ശരീരം എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് എപ്പോഴാണ് ചെന്നടയേണ്ടത് എന്ന് പറയാൻ കഴിയില്ല. ഏറെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഇനി നമ്മൾ കടന്നു വരുന്ന അടുത്ത ജീവിതം എന്താണ്? ആ ജീവിതത്തിലെ പ്രയാസകരമായ ഒരു സംഗതി പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലൂ, നല്ല ഉഷാറായി ചെല്ലണേ. നിങ്ങൾ എത്ര സമയം ഈ പ്രഭാഷണം നീണ്ടുപോകുമെന്നറിയില്ല. എനിക്ക് കഴിയുന്ന സമയം വരെ പറയും. കഴിഞ്ഞെനിക്ക് കഴിയുന്നില്ല എന്ന് തോന്നിയാൽ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും. രാജാതിരാജനായ അല്ലാഹു ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു പഠിപ്പിച്ചത് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്. വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ, അവർ അശ്രദ്ധരായി തിരിഞ്ഞു കളയുകയാണ്. ഖുർആന്റെ ആഹ്വാനമാണ്. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു. ഏത് വിചാരണയാണത്? ശ്രദ്ധിക്കണേ എന്റെ പ്രിയമുള്ളവരെ, വിചാരണ അടുത്തിരിക്കുകയാണ് ജനങ്ങൾക്ക്. എന്നാൽ വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ, അവർ അശ്രദ്ധരായി തിരിഞ്ഞു കളയുകയാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നാളെ ഈ സമയമാകുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകളായ മുൻകർ നകീർ അലൈഹിമസ്സലാമിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അല്ലാഹു അലം, അല്ലാഹു അലം. നാളെ ഈ സമയമാകുമ്പോഴേ ഖബറിൽ പോയി കിടക്കേണ്ട ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അല്ലാഹു അലം, അല്ലാഹു ആരോഗ്യത്തോട് ദീർഘായുസ്സ് നൽകട്ടെ. പറയാൻ പറ്റില്ല എന്റെ പ്രിയമുള്ളവരെ. ഉറക്കാമീൻ ചൊല്ലിക്കോളൂ. അല്ലാഹുവേ, ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ വളരെ ഗൗരവമേറിയ സംഗതിയാണ് വിചാരണ. മനുഷ്യരോട് അടുത്തിരിക്കുകയാണ്. ആരുടെ വിചാരണ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരുടെ വിചാരണയാണ്? പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിചാരണയാണ്. അല്ലാഹു മനുഷ്യരെ വിചാരണ ചെയ്യും. അല്ലാഹുവിന്റെ മലക്കുകൾ വിചാരണ ചെയ്യും. അടുത്ത ആഴ്ചയാണ് കേസിന്റെ ഫൈനൽ എന്ന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച കോടതിയിൽ നമ്മൾ വിസ്തരിക്കപ്പെടുന്നു എന്നറിഞ്ഞാൽ, ഒരു പെണ്ണെന്റെ അടുത്ത് വന്നിരുന്നു ഒരിക്കൽ ദുആ ചെയ്യണേ എന്ന് പറയാൻ.
ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞത്, എനിക്കെതിരെ കോടതിയിൽ കേസുണ്ട്, അടുത്ത ആഴ്ച കോടതി എന്നെ വിസ്തരിക്കാനായി വിളിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെ പോകും? ജഡ്ജിയുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും? അയാൾ എന്തൊക്കെയായിരിക്കും എന്നോട് ചോദിക്കുക? ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? ഞാൻ പറയുന്ന മറുപടി എങ്ങാനും ഞാൻ പറയുന്ന മറുപടി പരസ്പര വിപരീതമായി പോകുമോ എന്നൊക്കെ എനിക്ക് പേടിയാവുകയാണ്. ആരുടെ മുമ്പിൽ ഉത്തരം പറയാനാ? പെങ്ങളെ, കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിന്റെ മുമ്പിലാണ്. സഹോദര, ഭൂമിയിൽ നമ്മെ പോലെയുള്ള മനുഷ്യന്റെ മുമ്പിൽ തന്നെ ചോദ്യത്തിന് മറുപടി പറയാൻ നമ്മൾ വിയർത്തു പോകുന്നുവെങ്കിൽ, പ്രയാസപ്പെടുന്നുവെങ്കിൽ, ബേജാറാകുന്നുവെങ്കിൽ ആരുടെ മുമ്പിലെ ഹിസാബാണിതെന്നറിയുമോ? ഒന്നാമത്തെ വിചാരണ മുൻകർ നകീർ അലൈഹിസ്സലാമിന്റെ മുമ്പിലാണ്. ഏതാ മുൻകർ നകീർ അലൈഹിസ്സലാമിന്റെ അവസ്ഥ ഏതാണ്? ഇദാ ജാഅകൽ മലകാനിൽ അളീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകറിൻ വനകീറിൻ അലൈഹിസ്സലാം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലക്കുകളെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഒരാളെ ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ചാൽ ശ്രദ്ധിക്കണേ, എനിക്കും നിങ്ങൾക്കും കടന്നു വരാനുള്ള സമയമാണ്. ഇന്നലെ ഞാനൊരു പള്ളിയുടെ ഹൗദിൽ അടുത്ത് വെച്ച് ഉദു ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ നേരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നേരെ മുകളിലായി മയ്യിത്ത് കട്ടിലുണ്ട്. ഞാൻ ഓർത്തുപോയി, ഈ മയ്യിത്ത് കട്ടിലിൽ ഞാൻ കിടക്കേണ്ട സമയം എപ്പോഴാണ് റബ്ബേ? നീ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, നീ ഒരു നേരം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. മയ്യിത്ത് കട്ടിലിൽ കടന്ന് നമ്മൾ നേരെ ഖബറിന്റെ അടുക്കലേക്ക് എത്തിയാൽ ഖബറിലേക്ക് നമ്മെ താഴ്ത്തി വെക്കുകയാണ്. ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെക്കുന്നു. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെയും അല്ലാഹുവിന്റെയും നാമം ഉച്ചരിച്ചുകൊണ്ട് ഖബറിലേക്ക് നമ്മെ അങ്ങ് താഴ്ത്തി വെക്കുന്നു. മേലെ മൂടുകല്ലെടുത്ത് വെക്കുകയാണ്. മൂടുകല്ലെടുത്ത് വെച്ച് ചുറ്റുഭാഗത്തും ഇരിക്കുന്ന നിൽക്കുന്ന ആളുകൾ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ എന്ന ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ 3 പടി മണ്ണ് വാരി എറിയുകയാണ്. നമ്മുടെ ഖബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരി വലിച്ചിട്ട് ഖബറടക്കം നടക്കുകയാണ്. ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ ദുആ ചെയ്തതാ അവർ പിരിയുകയാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ 3 അടി അങ്ങ് വെച്ചാൽ അതാഹുൽ മലകാനിൽ അലീമാനിൽ ഹായിലാനിൽ മുസമ്മയാനി ബിമുൻകറിൻ വനകീറിൻ അലൈഹിസ്സലാം. ആ ഖബറിലേക്ക് അതാഹുൽ മലകാൻ, 2 മലക്കുകൾ കടന്നു വരുന്നു. അൽ അലീമാനി, ഭീകര രൂപത്തിലുള്ള 2 മലക്കുകളാണ്. അൽ ഹായിലാൻ, അൽ അലീമാനി വലിയ 2 മലക്കുകളാണ്. അൽ ഹായിലാനി ഭീകരമായ രൂപത്തിലുള്ള 2 മലക്കുകളാണ്. അൽ മുസമ്മയാൻ ബിമുൻകറിൻ വനകീറിൻ അലൈഹിസ്സലാം. അവർ 2 പേരുടെയും പേര് മുൻകർ നകീർ എന്നാണ്. ആ 2 മലക്കുകൾ വരും. ഈ ഖബറിലുള്ള ആളെ അവർ 2 പേരും എഴുന്നേൽപ്പിച്ച് ഇരുത്തുന്നതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഉഷാറായി സ്വലാത്തു ചൊല്ലണേ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭീകരമായ രൂപത്തിൽ ആ 2 മലക്കുകളും കടന്നു വരുന്നു. ഈ ഖബറിലെ ആളെ അവർ 2 പേരും ഉണർത്തുന്നതാണ്. അജ്ലസാഹു എന്നിട്ട് ഇയാളെ ഇരുത്തുന്നതാണ്. എന്നിട്ട് ചില വിചാരണയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വലാത്തു ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം നന്നാക്കി തരട്ടെ, ജീവിതവും അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, എന്നിട്ട് മലക്കുകൾക്ക് ഒരു വിചാരണയുണ്ട്. ഖബറിലാണ് ആ വിചാരണ. ഏതാനും ചില വിചാരണ, അതിലെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ചോദ്യങ്ങളെല്ലാം റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനാണ് ചില ആൾക്കാർ ചോദിക്കല്, ഖബറിന്റെ അടുത്ത് ഇരുന്നിട്ട് എന്തിനാ ഈ തൽക്കയും ചൊല്ലി കൊടുക്കണേ? കോപ്പി അടിക്കാൻ പറഞ്ഞു കൊടുക്കണോ? അങ്ങനെ പറയണേ, പുണ്യനബി ഞാൻ കോപ്പി അടിക്കാൻ പറഞ്ഞെന്നല്ലേ പറയണ്ടേ? കാരണം ഈ സംഗതി ചോദ്യം എന്താന്ന് റസൂലുള്ളാഹി തന്നെ പറഞ്ഞെന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ചില ചോദ്യങ്ങളുണ്ട്, ചില വിചാരണയുണ്ട്. ഒന്നാമത്തെ വിചാരണ എന്താ? മർറബ്ബുക, ആരാണോ നിന്റെ റബ്ബ്? ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയണോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ, ഒരു ചോദ്യത്തിന് ഏറ്റവും പെട്ടെന്ന് ഉത്തരം പറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയപ്പെടാം. ഒരാൾ ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയപ്പെടാം. എപ്പോഴാ ഉത്തരം പറയാൻ കഴിയാ? വേണ്ട, മാമാകുന്നാർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു പുസ്തകം, ആ പുസ്തകം മുഴുവൻ നിങ്ങളോട് വായിക്കാൻ പോകും. ആ പുസ്തകത്തിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിച്ചാൽ എളുപ്പത്തിൽ ഉത്തരം പറയാൻ കഴിയില്ല. ഏത് ക്വസ്റ്റ്യനാ? അവസാനം വായിച്ചോ? അല്ല, ആ പുസ്തകത്തിൽ നിന്ന് ഏറ്റവും നന്നായി പഠിച്ച ഉത്തരം ഏതാണോ അതാണ് കൃത്യമായി പറയാൻ കഴിയുക. ശ്രദ്ധിക്കണേ, ഞാനൊരു കാര്യം പറയാൻ പോവാൻ. ഒരു പുസ്തകം നമ്മൾ വായിച്ചു, ആ പുസ്തകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ വായിച്ചു പഠിച്ചു മനഃപാഠമാക്കിയത് ഏതാണോ അതാണ് ഉത്തരം പറയാൻ കഴിയുക. അങ്ങനെ ഖബറിലും അങ്ങനെ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് ചെയ്യണം? ഒരു തവണ പോലെ ജീവിതം മുഴുവൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ഖബറിലെ ആ ഉത്തരം പറയാൻ കഴിയൂ. ഒരു ദിവസം തന്നെ ഒരുപാട് തവണ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതാ? ഒരു ദിവസം ഒരുപാട് തവണ പറഞ്ഞവന് മാത്രമേ മരിച്ചാലും ഖബറിൽ വെച്ച് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുകയുള്ളൂ. ആ ഉത്തരം പറയാൻ മനുഷ്യനെ റെഡിയാക്കലാ നിസ്കാരം. നിസ്കാരമല്ലേ? സുബൈ ഒരാൾ നിസ്കരിക്കാൻ എന്താ പറയേണ്ടത്? സുബൈ നമസ്കാരം 2 റക്അത്ത് ഖിബലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി. കണ്ടോ, അല്ലാഹ് എന്ന ചിന്ത അയാളുടെ തലച്ചോറിലേക്ക്, ബോധമണ്ഡലത്തിലേക്ക് കടത്തിവിടുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയണോ? നിസ്കാരം കൃത്യമായി നിർത്തണം. എന്റെ പ്രിയമുള്ളവരെ, ഒരു തവണല്ലോ അല്ലാഹു അക്ബർ. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. من ربك؟ لله رب العالمين. وجهت ഓതി കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം തന്നെയാണ്. ചിന്താമണ്ഡലത്തിലേക്ക് അത് കടത്തി വിടുകയാണ്. റുകൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, ഇത്ദാലിലേക്ക് വരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമീദ, സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ. ഒരു ദിവസം എത്ര തവണയാണ് ഖബറിലെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പഠിച്ച് അത് ചിന്താമണ്ഡലത്തിലേക്ക് കടത്തി വിടുകയാണ്. എന്തുകൊണ്ട്? ശ്രദ്ധിക്കണേ, മനുഷ്യനെല്ലാം മറന്നു പോകുന്നൊരു ഘട്ടമാണ് അവന്റെ സകറാത്തിന്റെ ഘട്ടം. എന്റെ പ്രിയമുള്ള സഹോദരാ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചില്ലേ, മരണത്തിന് അതിശക്തമായ വേദനകളുണ്ട് എന്ന് പുണ്യനബി പഠിപ്പിച്ചല്ലോ. സഖറാൻ, ഒരു മത്ത് പിടിക്കുന്ന അവസ്ഥയാണത്. എല്ലാം മറന്നു പോകും. ആ ഘട്ടത്തിൽ പോലും മറന്നു പോകാതിരിക്കണോ? മനസ്സിന്റെ അകത്തളത്തിലേക്ക് കടന്നു വരണം. ജീവിതത്തിൽ നിരന്തരമായത് പറഞ്ഞിരിക്കണം. ശരിയാക്കലാണ് നിസ്കാരം. ആ ക്വസ്റ്റ്യനുള്ള ഉത്തരം പഠിപ്പിക്കലാണ്. അതുകൊണ്ട് നിസ്കരിക്കാത്ത ആളാണോ? നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവനാണോ? ഒന്നാം ചോദ്യത്തിൽ തന്നെ അയാൾ പരാജയപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന എന്റെ സഹോദരങ്ങളോട്, എന്റെ പ്രിയമുള്ള ഉമ്മമാരോട്, സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴൊക്കെയാ പറഞ്ഞത്? ആലോചിക്കണേ. എല്ലാ സമയത്തും പറഞ്ഞു വന്നല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപിരിയാൻ പോവുകയാണ്, വേദന കൊണ്ട് പുളയുകയാണ് അല്ലാഹുവിന്റെ ഹബീബ്. അപ്പോഴാ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തെ തന്റെ മടിയിലേക്ക് എടുത്തു വെക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മരിക്കുന്നത് ആയിഷ ബീവിയുടെ ശരീരത്തിൽ കിടന്നാണല്ലോ. ആയിഷ ബീവിയുടെ മടിയിലാ റസൂലുള്ളാഹിന്റെ തലയുള്ളത്. വേദന അസഹനീയമായപ്പോൾ എഴുന്നേൽക്കാൻ ഒരുങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് മനസ്സിലായി പുണ്യനബിക്ക് എഴുന്നേൽക്കണമെന്ന്. തന്റെ കൈ കൊണ്ടെന്ന് താങ്ങിക്കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് അതാ എഴുന്നേറ്റിരിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ബൈന സ്വദ്രി വനഹരി, എന്റെ ഖണ്ഡത്തിന്റെയും നെഞ്ചിന്റെയും ഇടക്കാ റസൂലുള്ളാഹി തല വെച്ച് കിടന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അവസാനത്തെ ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കണമെന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ താല്പര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചുണ്ടിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. റസൂലുള്ളാഹി ശ്വാസം അയക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് ആയിഷ ബീവി കരയുന്നത്. പുണ്യനബി വഫാത്താവുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുറ്റി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ ചുണ്ടുകൾ ശ്രദ്ധിക്കുകയാണ്. എന്താ? അല്ലാഹുവിന്റെ ഹബീബിന്റെ അവസാനത്തെ ആഗ്രഹവും സാധിപ്പിച്ചു കൊടുക്കണം. വല്ല ഉദ്ദേശങ്ങളും പറയുന്നുണ്ടോ എന്നറിയാനായി അല്ലാഹുവിന്റെ ഹബീബിന്റെ ചുണ്ടിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാ ആ ചുണ്ട് മെല്ലനെ അനങ്ങുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തുണ്ടായിരുന്നവർ റസൂലുള്ളാഹിന്റെ ചുണ്ടോട് തങ്ങളുടെ ചെവി അടുപ്പിച്ച് പിടിച്ചു നോക്കുകയാ. എന്താ പറയുന്നത്? സ്വലാ അസ്സലാ അസ്സലാ, നിസ്കാരം നിസ്കാരം നിസ്കാരം. ശ്രദ്ധിക്കണമേ എന്റെ പ്രിയമുള്ളവരെ. അടുത്തയാഴ്ച കോടതിയിൽ പോയി ജഡ്ജിയുടെ മുമ്പിൽ ചോദ്യത്തിന് ഉത്തരം പറയണം എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ വക്കീലിന്റെ അടുത്ത് പോവും. എന്നിട്ടോ വക്കീലിനോട് എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് വക്കീൽ പറഞ്ഞു കൊടുക്കും. എന്നിട്ടോ അതിന്റെ ഉത്തരം എങ്ങനെയൊക്കെ പറയണം വക്കീല് തന്നെ പറയിപ്പിച്ചു കൊടുക്കും. അല്ലേ? ഭൂമിയിൽ അങ്ങനെ നടക്കുന്നില്ലേ? എന്നാ ഈ ചോദ്യത്തിന്റെ കർത്താവാരാ? ഈ ചോദ്യം ഖബറിൽ ഉന്നയിക്കുന്ന ആളുകളാരാ? അല്ലാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളാ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പോലും ബോധരഹിതനായി വീണുപോയത് ഈ മലക്കുകളെ കണ്ടപ്പോഴാണ്. ഇബ്രാഹിം നബി തീ കണ്ടിട്ട് ബോധരഹിതനായില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി നമ്രൂദും ആളുകളും തീയുണ്ടാക്കിയല്ലോ. തീയാളി കത്തുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. തീയിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയില്ല ഇബ്രാഹിം നബിയെ. തീയിലേക്ക് വലിച്ചെറിയാൻ തീയിന്റെ അടുത്തേക്ക് പോകാൻ പോലും കഴിയുന്നില്ല, അത്ര ചൂടുണ്ട്. വിദൂരത്ത് നിന്ന് എറിയാനാ തീരുമാനിച്ചത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഈ തീ ആളിക്കത്തുന്നത് കാണുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറിയാം ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാൽ എന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന്. പക്ഷേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബോധരഹിതനായില്ല, പേടിച്ചില്ല, നിശ്ചലനായി നിൽക്കുകയാണ്. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ ചോദിച്ചല്ല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമേ അങ്ങേക്ക് എന്ത് രക്ഷയാണ് വേണ്ടത്, എന്ത് സഹായമാണ് വേണ്ടത് എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാം അസർ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം പറഞ്ഞതെന്താ? ജിബ്രീലേ, ഈ തീകുണ്ടാരത്തിലേക്ക് എന്നെ എടുത്തെറിയണം എന്ന് തീരുമാനിച്ചു റബ്ബുണ്ടല്ലോ. ആ റബ്ബ് തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും തീകുണ്ടാരത്തിൽ എനിക്ക് എന്ത് സംഭവിക്കണമെന്ന്. ആ റബ്ബിന്റെ ഇഷ്ടമാ എന്റെ ഇഷ്ടമെന്ന് പറഞ്ഞേക്കണേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ചിന്തിക്കണം. തീ കണ്ടിട്ട് പേടിച്ചില്ല ഇബ്രാഹിം നബി, ബോധരഹിതനായില്ല ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ബോധരഹിതനായത്.
മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ബോധരഹിതനായി. എന്നാൽ ചിന്തിക്കണം എന്റെ പ്രിയമുള്ളവരെ, മലക്കുൽ മൗത്തിനേക്കാളും ഭീകരമായ രൂപത്തില് മുൻകർ നകീർ അലൈഹിസ്സലാം ഖബറിലേക്ക് കടന്നു വരുന്നത്. ഈ ഭീകരമായ രൂപത്തിന്റെ മുമ്പിൽ എങ്ങനെയാണ് ഞാൻ മറുപടി പറയുക എന്ന് ഓരോ നിമിഷവും ഓരോ മുഅ്മിനും ചിന്തിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. യഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവർ അശ്രദ്ധരായി തിരിഞ്ഞു കളയുകയാണ്. അശ്രദ്ധരാവരുത് എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിരിക്കണം. ഒന്നാമത്തെ ചോദ്യം അതാണ്, മറുപടി പറയണോ അല്ലാഹ് എന്ന ചിന്ത സദാ സമയത്തും ചിന്താമണ്ഡലത്തിൽ ഉണ്ടാവണം. നമ്മളല്ലേ പറയാൻ കഴിയുള്ളൂ. ഞാൻ ഒരാളെ കണ്ടു, ഒരു മാസം മുമ്പ് ഞാൻ ഓർക്കുന്നു, അയാൾ പള്ളിയിൽ വന്നു എന്നോട് പറഞ്ഞു, എന്റെ ഉമ്മാക്ക് 90 വയസ്സ് പ്രായമായി. അയാളോട് പറയാൻ, എന്റെ ഉമ്മാക്ക് 90 വയസ്സ് പ്രായമായി ഉസ്താദേ, എന്റെ ഉമ്മാക്ക് പഴയതൊക്കെ നല്ല ഓർമ്മയാണ്, പുതിയതൊന്നും ഓർമ്മയില്ല. പുതിയതൊന്നും ഓർമ്മയില്ല, പഴയതൊക്കെ നല്ല പോലെ ഓർമ്മയുണ്ട്. ചെറുപ്പക്കാർ നല്ലോ ശ്രദ്ധിക്കണേ. പുതിയതൊന്നും ഓർമ്മയില്ല, പഴയതൊക്കെ നല്ല ഓർമ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഉമ്മാക്ക് പഴയ അവരുടെ ജീവിതത്തിൽ നടന്ന, അവരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച, എപ്പോഴും അവർ പഴയ കാലത്ത് ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആ പെണ്ണിന് ഓർമ്മയുണ്ട്. പുതിയതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞതാ, ഒരു 40 വയസ്സിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ആ പെണ്ണിന്റെ മനസ്സിലില്ല. നല്ലോ ചിന്തിക്കണേ എന്റെ ചെറുപ്പക്കാരെ. 25ാമത്തെ വയസ്സിൽ നമ്മൾ എന്താണോ പറഞ്ഞത് ചെയ്തത് പ്രായമാകുമ്പോൾ ഓർമ്മയുണ്ട്. 40ാമത്തെ വയസ്സിൽ പറഞ്ഞതും ചൊല്ലിയതും ഓർമ്മയില്ല. സഹോദരാ, പെങ്ങളെ, 20ാമത്തെ വയസ്സ്, 25ാമത്തെ വയസ്സ്, 30ാമത്തെ വയസ്സ് പ്രേമവുമായി സല്ലാപവുമായി അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സല്ലാപവുമായി കഴിച്ചുകൂട്ടിയവളാണോ? നിനക്ക് ആ മരണസമയത്ത് ഓർമ്മ വരിക, നീ ചെറുപ്പ കാലഘട്ടത്തിലേറെ സമയം വിനിയോഗിച്ചത് ഏതിലാണോ ആ കാര്യമാ നിനക്ക് ഓർമ്മ വരിക. ഉറപ്പാണ്. 90 വയസ്സായ ആ ഓർമ്മയുള്ളത് അയാളുടെ 25ാമത്തെ വയസ്സിൽ നടന്നത്. 40ാമത്തെ 50ാമത്തെ വയസ്സിൽ നടന്നത് ഓർമ്മയില്ല. നിങ്ങൾ ആലോചിക്കണേ. അതായത് ചിന്താമണ്ഡലത്തെ എപ്പോഴും സ്വാധീനിച്ചത് ഏതാണോ അതാണ് പ്രായമാകുമ്പോൾ ഓർമ്മയുണ്ടാകുന്നത്. അതന്നെയാണ് മരിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവുക. നല്ല ശ്രദ്ധിക്കണേ. അതുതന്നെയാണ് മരിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവുക, അല്ലാത്തത് ഓർമ്മയുണ്ടാവുകയില്ല. അപ്പൊ അല്ലാഹ് എന്ന ചിന്താമണ്ഡലത്തെ സ്വാധീനിച്ചിട്ടില്ലയോ എന്റെ പ്രിയമുള്ളവരെ? മരിക്കുന്ന സമയത്ത് ഓർമ്മിക്കാൻ കഴിയില്ല. മരണസമയത്ത് ആ സക്കറാത്തിന്റെ ഹാലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ അയാളിൽ ഈ ചിന്തയുള്ള ആളാണ് എന്നതിന് തെളിവായി. മാത്രല്ല ശാസ്ത്രം പറയുന്ന എന്താ? ഒരാൾ ഏത് ബോധത്തിലാണോ മരിക്കുന്നത് ആ ബോധം അയാളിൽ മരിച്ചു കഴിഞ്ഞാലും 8 മണിക്കൂർ നിലനിൽക്കുന്നുണ്ട്. ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ബോധം എന്താണോ ആ ബോധം 8 മണിക്കൂർ അയാളിൽ നിലനിൽക്കുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാലും. ആരാത് പറഞ്ഞത്? ശാസ്ത്രം. ഇവര് പറഞ്ഞ എന്താ നിങ്ങൾക്കറിയില്ലേ? ഇവര് പറയുന്നത് ഒരാൾ മരിച്ചാൽ അയാൾ മരിച്ചു കഴിഞ്ഞ 6 മണിക്കൂറിനകം അയാളുടെ കണ്ണെടുക്കാൻ നിങ്ങൾ അനുവാദം തന്നാൽ ആ കണ്ണ് ഞങ്ങൾ മറ്റൊരാളിൽ പ്രവർത്തിപ്പിക്കുന്നതാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം നിങ്ങൾ. ഒരാൾ മരിച്ചു കഴിഞ്ഞു, 6 മണിക്കൂറിനകം അയാളുടെ കണ്ണെടുക്കാൻ നിങ്ങൾ അനുവാദം തന്നാൽ ആ കണ്ണ് ഞങ്ങൾ മറ്റൊരാളിൽ പ്രവർത്തിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നില്ല. പിന്നെ ചില മനുഷ്യന്മാരങ്ങനെ പറയാ, കാണൂല, മഹാപൊട്ടതരം പറയാം. ശാസ്ത്രം പോലും അംഗീകരിക്കുന്നില്ല. നിങ്ങൾ പറയും ശാസ്ത്രം അംഗീകരിച്ചോളാം, റസൂൽ അംഗീകരിക്കില്ല. കാരണം ഇമാം ബുഖാരിയിലെ ഹദീസുണ്ട്, മരിച്ച മയ്യിത്തിനെ കുളിപ്പിക്കുന്ന ആളെ, കഫം ചെയ്യുന്ന ആളെ, മയ്യിത്ത് പരിപാലനം നടത്തുന്ന ആളെ ഈ മയ്യിത്ത് അറിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയണ്ടേ. അപ്പൊ ഇവർ മയ്യിത്ത് കാണുന്നുണ്ട്. ഇവര് പറഞ്ഞതാ, ഈ കണ്ണിന്റെ കാഴ്ച പോയിട്ടില്ല, ആ കണ്ണ് ഞങ്ങൾ മറ്റൊരാളിൽ പ്രവർത്തിപ്പിച്ചു തരാം.
6 മണിക്കൂറിനകം എടുക്കാൻ സമ്മതം തന്നാൽ ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ട്, കിഡ്നി പ്രവർത്തിക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് എടുക്കാൻ അനുവാദം തന്നാൽ ഞങ്ങൾ മറ്റൊരാളിൽ പ്രവർത്തിപ്പിക്കുന്നതാണ്. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ. എന്നാൽ ഇവരെ പറയുന്നുണ്ട്, ഒരാൾ മരിച്ചാൽ മരിക്കുന്ന സമയത്ത് അയാളുടെ ബോധം എന്താണോ, ചിന്ത എന്താണോ, ആ ചിന്ത 8 മണിക്കൂർ സമയത്തേക്ക് നിലനിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആരായി പറയുന്നത്? ഭൗതിക ശാസ്ത്രം. എന്നാൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ബോധം ഏതാണോ ആ ബോധം തന്നെയാണ് അയാൾക്ക് അല്ലാഹു ഖിയാമത്ത് നാളിൽ അയാളെ പുനർജന്മം ചെയ്യുന്നവരെ അയാൾ ആ ബോധത്തിലാ കിടക്കുന്നത് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ല? ഒരാൾ ഏതൊരവസ്ഥയിലാണോ, ബോധത്തിലാണോ മരിക്കുന്നത്, ആ ബോധം തന്നെയാണ് ഖിയാമത്ത് നാൾ വരെ. അപ്പൊ ഒരാൾ മരിക്കാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ച ആളാണോ, അയാൾ ആ ബോധത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഖബറിലെത്തിയിട്ട് മുൻകറിന് കീറി ചോദിക്കുകയാണ്, മർ റബ്ബുക്, ആരടോ നിന്റെ റബ്ബെന്ന് ചോദിച്ചാൽ അല്ലാഹ് അയാൾക്ക് പറയാൻ കഴിയും. കാരണം അയാൾ ആ ബോധത്തിലാ കിടക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി പറയൂ, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാൻ, അല്ലാഹുവിന്റെ ഹബീബല്ലേ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരാളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവാൻ ശ്രമിക്കണേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, എന്റെ പ്രിയമുള്ള ഉപ്പ ഉമ്മ, അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ഓർക്കുന്നത് അല്ലാഹ് എന്ന വചനമാകണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഉദ്കുറുല്ലാഹ ദിക്റൻ കതീറാ. അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണേ. വഴിയിൽ ഓർത്താ പോരാ, ഉദ്കുറുല്ലാഹ ദിക്റൻ കതീറാ. അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ. അങ്ങനെ ഓർത്തൊരു മനുഷ്യനാണോ അയാൾക്ക് സക്കറാത്തിന്റെ ഹാലിലും അല്ലാഹ് എന്ന ഓർമ്മയുണ്ടാകും. ആ ഓർമ്മയിൽ മരിച്ച ആളാണോ ആ ബോധത്തിൽ തന്നെ അയാൾ അങ്ങനെ കിടക്കുന്നതാണ്. അങ്ങനല്ലേ പറഞ്ഞത്, ഒരാൾ മദ്യപിച്ചാണ് മരിച്ചതെന്ന് വെക്കാം. ഒരാൾ കള്ളു കുടിച്ച് മരിച്ചു. കള്ളു കുടിച്ച് കള്ളിന്റെ മത്ത് പോണതിനെടുക്കും ഒരാൾ മരിച്ചുപോയി. ഖിയാമത്ത് നാളിൽ അയാൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ മത്ത് പിടിച്ച കള്ളുകുടിയനായി തന്നെയാണ് അയാൾ എഴുന്നേറ്റ് വരുന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സ്വലാത്തു ചൊല്ലണം. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരാൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഒരാൾ ഷഹീദായി മരിക്കുകയാണ്. അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ച അവസ്ഥയിലാണ് അയാൾ മരിക്കുന്നത്. എന്നാൽ യുബഅതു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാൾ യാത്രയാക്കപ്പെടുന്നത് യസീലു മിൻ ജസദിഹി യസീലു ദമു മിൻ ജസദിഹി, അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചു കൊണ്ടാണ് അയാൾ മഹ്ശറിലേക്ക് കടന്നു വരുന്നത്. ഒരാൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത അവസ്ഥയിലാണ് അയാൾ മരിച്ചു പോകുന്നത്. അയാൾ തൽബിയത്ത് ചൊല്ലുന്ന അവസ്ഥയിലാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ആ അവസ്ഥയിലാണ് അയാൾ മരിച്ചു പോയതെങ്കിലോ യുബഅതു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാൾ യാത്രയാക്കപ്പെടുന്നത് മുലബ്ബിയാ, തൽബിയത്ത് ചൊല്ലിയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോ ഒരാൾ 24 മണിക്കൂറും സിനിമ പാട്ട് കേട്ട ആളാണ്. ഒരാൾ 24 മണിക്കൂറും മ്യൂസിക്കുകളുമായി നടന്ന ആളാണ്. എപ്പം നോക്കിയാലും അവന്റെ മൊബൈലിന്റെ മൂട്ടിൽ ഒരു സാധനം കുത്തിയിട്ടുണ്ടാവും, അവന്റെ ചെവിയിൽ ഇയർഫോൺ ഉണ്ടാവും. ഓൻ എന്നിട്ട് എപ്പോഴും ഇതന്നെയാണ് കളി. എന്നാൽ മനസ്സിലാക്കിക്കോ പെങ്ങളെ, മനസ്സിലാക്കിക്കോ ചെറുപ്പക്കാരെ, നിങ്ങളുടെ അവസാനവും അതുതന്നെയാണ് ഓർമ്മയുണ്ടാവുക. അങ്ങനെയാ നിങ്ങൾ മരിച്ചതെങ്കിലോ യുബഅതു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എഴുന്നേറ്റ് വരുന്നത് അതേ ബോധത്തിലും ചിന്തയിലുമായിരിക്കുന്നതാണ്.
തആല കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു മാപ്പ് ചെയ്തു തരട്ടെ. അല്ലാഹു മാപ്പ് ചെയ്തു തരട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. ഞാൻ എന്റെ അഭിപ്രായം പറയല്ല, ഹദീസായി പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പഠനങ്ങളായി പറയുന്നത്. നിങ്ങളെ വീട്ടിലൊക്കെ വയസ്സായ ആൾക്കാരുടെ ഒരു പഴയ കാലത്തെ കഥ അങ്ങനെ പറയും. പുതിയതൊന്നും ഓർമ്മയില്ല. എന്താ പഴയ തോതിൽ ചിന്താമണ്ഡലത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വിനിയോഗിക്കേണ്ട ചെറുപ്പകാലഘട്ടം. ചിലർ പറയാറുണ്ട് യൗവന കാലഘട്ടം എങ്ങനെ ചെലവാക്കിയാലും തിരക്കില്ല, അവസാനം നന്നായി പോരെ. അവസാനം നന്നാണെങ്കിൽ ആദ്യം നന്നാണെന്നാക്കി പറഞ്ഞത്. അവസാനം നന്നാവണോ? അവസാനം നന്നാവണോ? കാണാതെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നു കാണാതെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അള്ളയാണ് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ പറയാൻ കാണാതെ പഠിച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവബോധ മണ്ഡലം പ്രവർത്തിക്കേണ്ട തലമാണത്. അല്ലാഹു ഉത്തരം പറയുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹുവേ ഉത്തരം പറയുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ഖബറിലെ ചോദ്യത്തിന് ഒന്നാമത്തെ സഹായി നിസ്കാരമാണ്. ആരടോ നിന്റെ റബ്ബ്? ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഏതാ? വമൻ നബിയുക, ആരാണടോ നിന്റെ നബി? രണ്ടാമത്തെ ചോദ്യതാണ് വമൻ നബിയുക, ആരാ നിന്റെ നബി? ആർക്കാ മറുപടി അറിയാ? റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞു. 24 മണിക്കൂർ അവന്റെ പണി എന്താ? അള്ളാന്റെ റസൂലിന്റെ വാപ്പ മുശ്രിക്കാൻ, ഉമ്മ മുശ്രിക്കത്താൻ, ഓല് രണ്ടാളും നരകത്തിലാണ്. ഇത് പറയാൻ വേണ്ടി മാത്രം ജനിച്ച കുറച്ച് മനുഷ്യന്മാരുണ്ട്. പടച്ചോ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പറയാമേ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വലിയ അപകട. ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ മുഖത്ത് നോക്കി നിന്റെ വാപ്പ നരകത്തിലാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയ വേദന എന്താണ് എന്റെ പ്രിയമുള്ളവരെ? അല്ലാഹുവിന്റെ ഹബീബിനെ 24 മണിക്കൂറും വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ, റസൂലുള്ളാഹിന്റെ പേന ഉന്തുന്നവർ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അറിവില്ലായ്മ കൊണ്ട് കടന്ന് സംസാരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണേ എന്റെ പ്രിയമുള്ളവരെ. ആർക്കാണ് ആ മറുപടി പറയാൻ കഴിയുക? എല്ലാ സമയത്തും റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ബോധമുണ്ടായ ആൾ. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ പോലും റസൂലുള്ളാഹിന്റെ പേര് പറയാൻ പറഞ്ഞത്. എത്ര വട്ടം? ഒരു വട്ടമല്ല. അശ്ഹദു അല്ലാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കഴിഞ്ഞില്ല. ഇനി ശ്രദ്ധിക്കൂ നിങ്ങൾ. പിന്നെയോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് പറഞ്ഞു പഠിപ്പിക്കാൻ. എന്തിന്? ബോധമണ്ഡലേക്കിലെ ഇതിലേക്ക് കടത്തിവിടാൻ. അല്ലാഹുവിന്റെ ഹബീബിനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞതാരാണോ അവർക്കാണ് ഖബറിൽ ആ ചോദ്യത്തിന് എത്രയും പെട്ടെന്ന് മറുപടി പറയാൻ കഴിയുന്നത്. അവൻ നബിയു, കാരണോ നിന്റെ നബി. ഇതൊക്കെ ജീവിതവുമായി ലയിച്ചു ചേരേണ്ടതാണ്. അള്ളാന്റെ ഹബീബിനെ മാറ്റിവെക്കേണ്ടതല്ല. അള്ളാഹുവിന്റെ ഹബീബിനെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മുടെ ഒപ്പം ഉണ്ടാകേണ്ട ആളാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയണം, എന്തറിയോ, റബീഉൽ അവ്വൽ നല്ലോണം റസൂലുള്ളാഹിനെ കുറിച്ച് പറയണം. റബീഉൽ അവ്വൽ അല്ലെങ്കിലും പറയണം. ഗൾഫ് പോവാം റസൂലുള്ളാഹിനെ കുറിച്ച്. അയാളൊരു മൗലിദ് ഓതിയിട്ടാ പോകുന്നത്. വീട് കുടിയിരിക്കാൻ ഒരു മൗലിദ്. ജീവിതത്തിൽ സന്തോഷം ഉണ്ടായതാണ് ഒരു മൗലിദ്. മൗലിദാണ് സ്വലാത്താണ്. സ്വലാത്ത് നിരന്തരമായ സ്വലാത്തുകളാണ്. ആ സ്വലാത്തുകൾ ബോധമണ്ഡലത്തിൽ നിന്ന് ഇത് അവബോധ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയിരിക്കാൻ സഹായിക്കും. ഖബറിൽ വെച്ച് ആരടോ നിന്റെ നബി എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഹബീബാണ് എന്ന് എടുത്തു പറയാൻ കഴിയും. അല്ലാഹു ആ അവസ്ഥ നമുക്ക് കൈവരിച്ചു തരുമാറാകട്ടെ. രണ്ടാമത്തെ ചോദ്യത സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ദീർഘിപ്പിക്കാത്തത്. മൂന്നാമത്തതോ വമാ ഖിബലതുക, നിന്റെ ഖിബല ഏതാണ്? നിങ്ങൾ ആലോചിച്ചു, ജീവിതത്തിൽ ആവർത്തിച്ച് നമ്മൾ പറയുന്ന കാര്യമാണ്. നിന്റെ ഖിബല ഏതാണ്? അല്ലേ? 5 നേരത്തെ നിസ്കാരത്തിലും നിസ്കരിക്കണ ആൾക്കറിയില്ലേ ഞാൻ ഖിബലക്കാണ്, അയാൾക്കറിയില്ലേ ഞാൻ കഅബക്കാ തിരിഞ്ഞത്. എന്തിനത് പറയണേ? അല്ലാഹുവേ, ളുഹർ നിസ്കാരം 4 റക്അത്ത് ഖിബലക്ക് മുന്നിട്ട്. കണ്ടോ? ഖിബലക്ക് മുന്നിട്ട്. ഇത് ജീവിതത്തിൽ പറയാനാണെങ്കിൽ പറയാത്താനാണോ? വമാ ഖിബലതുക, ഏതോ എന്റെ ഖിബല എന്ന് വെച്ചാൽ മേപ്പിട്ട് നോക്കേണ്ടി വരും. വമാ ഖിബലതുക, നിന്റെ ഖിബല ഏതാണെന്ന് ചോദിച്ചാൽ അവനെ പറയാൻ കഴിയില്ല.
വമാ ഖിബ്ലതുക, നാലാമത്തെ വിചാരണയുടെ ഭാഗമാണത്. നിന്റെ ഖിബ്ല ഏതാണ്? നിന്റെ ഖിബ്ല ഏതാണ്? ഖബറിലെ ചോദ്യമാണ്. നിന്റെ ഖിബ്ല ഏതാ? മുഅ്മിനെ പറയാൻ കഴിയുവൽ കഅബത്തു ഖിബ്ലതി, കഅബയാണ് എന്റെ ഖിബ്ല എന്ന് പറയാൻ കഴിയുന്നത് മുഅ്മിന് മാത്രമാണ്. ചൊല്ലിപ്പടിച്ചു വെക്കണം എപ്പോ? ജീവിതാവസാനം വരെ. എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയൂ. എന്താ നാലാമത്തെ ചോദ്യം? മമിൻ ഇമാമുക, നിങ്ങളുടെ ഇമാമാരാണ്? നിങ്ങൾ മുന്നിൽ നിർത്തിയത് ആരെയാണ്? നാലാമത്തെ ചോദ്യമാണ് ഖബറിലെ. നീ മുന്നിൽ നിർത്തിയത് ആരെയാണ്? നീ ആരെ മാതൃകയാക്കിയാ ജീവിച്ചത്? അപ്പൊ ഇവിടെ പൃഥ്വിരാജിനെ മാതൃകയാക്കിയവനാണെങ്കിൽ ഓം പറയും എന്റെ നേതാവ് പൃഥ്വിരാജ, ഓം പറയും എന്റെ നേതാവ് ജയസൂര്യയാണ്. ആരെയാണോ നീ നിന്റെ മുമ്പിൽ നിർത്തിയത്? അവരുടെ ചോദ്യം പറയാൻ കഴിയണമല്ലോ. ഖുർആനു ഇമാമേ, ആർക്കേ പറയാൻ കഴിയോ? എന്റെ ജീവിതം മുഴുവൻ ഖുർആൻ അനുസരിച്ചാകണം എന്ന് തീരുമാനിച്ചവന് മാത്രമേ പറയാൻ കഴിയൂ. ഖുർആനാണ് ജീവിതം. ഈ ഖുർആൻ അല്ലേ? ആയിഷ ബീവിയോട് ചോദിച്ചല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു പറ്റം ആളുകൾ വന്നല്ലോ. അവർ ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞത് കാന ഖുലുഖുൽ ഖുർആൻ, റസൂലുള്ളാഹിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, ഖുർആന്റെ രേഖയാണ്, നേർരേഖയാണ്. അപ്പോൾ ഒരു മുഅ്മിന്റെ ജീവിതം റസൂലുള്ളാഹിന്റെ ജീവിതം പോലെയായാൽ മാത്രമേ അവന്റെ മറുപടി പറയാൻ. ഇതൊന്നും കളിയല്ല, ഏറ്റവും വലിയ വിചാരണ. ഈ കാര്യം പറഞ്ഞ ഖുർആൻ എടുത്തു പറഞ്ഞ വിചാരണയിൽ ഏറ്റവും പ്രധാനമായ ഒരു വിചാരണയാണിത്. അയാൾക്ക് മാത്രമേ അതിന് ഉത്തരം പറയാൻ കഴിയൂ, അല്ലാഹുവിന്റെ ഹബീബിനെ പോലെ ജീവിച്ച ആളുകൾ. അപ്പൊ അവന്റെ തുണി റസൂലുള്ളാഹിന്റെ തുണി പോലെയാണ്, അയാളുടെ വേഷം റസൂലുള്ളാഹിന്റെ വേഷം പോലെയാണ്, അയാളുടെ മുടി റസൂലുള്ളാഹിന്റെ മുടി പോലെയാണ്, അയാളുടെ താടി റസൂലുള്ളാഹിന്റെ താടി പോലെയാണ്. ദാദാ സാഹിബിന്റെ താടിയല്ല. ഇന്നെന്റെ ചില ചെറുപ്പക്കാർക്കൊക്കെ ഒരു താടിയുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആരുടെയും മുഖത്തേക്ക് ശരിക്കും നോക്കിയിട്ടുമില്ല. ഓലെ താടി ഉണ്ട്, ഒരു താടി ഇതിലങ്ങനെ പോയിട്ട് പിന്നെ ഇതിലെങ്ങനെ ഒരിറങ്ങിക്കയറ്റം. ഞാൻ ആരോട് ചോദിച്ചു താടിയാണ്. അപ്പൊ അയാളിനോട് ഞാൻ ദാദാ സാഹിബിന്റെ താടിയാണ്. നോൻ ദാദാ സാഹിബിന്റെ ആളാ, റസൂലുള്ളാഹിന്റെ ആളല്ലോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആളല്ല. വേഷവിധാനം അല്ലാഹുവിന്റെ ഹബീബ്. വമൻ ഇമാമുക, നീ മാതൃകയാക്കി ജീവിച്ചത് ആരെയാണ്? ഖബറിലെ ചോദ്യം മറുപടി പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ അനർത്ഥമാക്കിയാലേ പറയാൻ കഴിയൂ. കാരണം അതാണ് ബോധമണ്ഡലത്തിൽ ഉണ്ടാവുക. അല്ലെ, ഒരാളൊരു കുപ്പായിട, അവന്റെ വിചാരം ഇത് പൃഥ്വിരാജിന്റെ കുപ്പായാന്ന് വിചാരിച്ച അവൻ ഇട്ടതെങ്കിൽ അതാണ് അവന്റെ ചിന്താ മണ്ഡലത്തിൽ ആ ബോധം ഉണ്ടാവുക. ഒരാൾ പാന്റ് ഉടുക്കാൻ അല്ലെങ്കിൽ തുണി ഇടാൻ, ചില ആൾക്കാർ പുതിയ പിള്ളേർ വരുന്ന സമയത്ത് കാണാം മോഹൻലാലാ വന്നോ തോന്നിപ്പോ. ആ ജുബ്ബി ആ ഷാളൊക്കെ കൂടി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കയറി വന്നാ നമുക്ക് തോന്നും മോഹൻലാൽ വന്നിരിക്കുകയാണ്. അപ്പൊ അവന്റെ മനസ്സിലെന്താ? ഓ കല്യാണം കഴിക്കുമ്പോൾ അവന്റെ വിചാരം ഇന്ന സിനിമയിൽ മോഹൻലാൽ ഇട്ട വേഷമാകണം എന്നാ. അപ്പൊ അതാ അവന്റെ മണ്ഡലത്തിൽ, അവന്റെ ചിന്തയിൽ അതള്ളു. അപ്പൊ ആരടോ നിന്റെ ഇമാം എന്ന ഖബറിൽ വെച്ച് ചോദിച്ചാൽ നീ ആരെയാണ് മാതൃകയാക്കിയത്? പുതിയ പിള പോകുമ്പോ നിന്നെ മാതൃക ആരായിരുന്നു? ചെറുപ്പ കാലഘട്ടത്തിൽ നിന്നെ മാതൃക ആരായിരുന്നു? യൗവനത്തിൽ നിന്നെ മാതൃക ആരായിരുന്നുവെന്ന് ഖബറിൽ വെച്ച് ചോദ്യമുണ്ടായാൽ അല്ലാഹുവിന്റെ ഹബീബിനെ മാതൃകയാക്കിയ ആൾക്കല്ലാതെ, ഖുർആന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിച്ച ആൾക്കല്ലാതെ അൽ ഖുർആനു ഇമാമേ, ഖുർആനായിരുന്നു എന്റെ മാതൃക എന്ന് പറയാൻ കഴിയില്ല. അഞ്ചാമത്തെ ചോദ്യം എന്താ? വമൻ ഇഖ്വാനു, ആരായിരുന്നോ ഭൂമിയിലെ നിന്റെ ചങ്ങാതിമാർ? ചോദ്യമാണ്. പഠിച്ചോനെ, ഞാൻ ഒരു മാസം മുമ്പ് മക്കയിൽ പോയ മക്കയിൽ പോയപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ എനിക്ക് 7000 ചങ്ങാതിമാരുണ്ട്. ഞാൻ പേടിച്ചുപോയി. ഓനോ പറഞ്ഞപ്പോ 7000 സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു 7000 ചങ്ങാതിമാരോ? എന്നോട് പറഞ്ഞു അതെ. ഞാൻ ചോദിച്ചു 7000 സുഹൃത്തുക്കൾ എങ്ങനെ നിങ്ങൾക്ക്? അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ 7000 ആളുകളുണ്ട്. ഞാൻ അസ്സലാമു അലൈക്കും അടിച്ചാൽ 7000 ആളുകൾക്കും ആ സലാം പോകും. ശരിയല്ലേ? ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടില്ലാത്തവൻ പോലും സുഹൃത്താണ്, ഇല്ലാത്തൊരു ലോകാണ്.
ഓസ്ട്രേലിയ എന്ന രാജ്യം ഇവനെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അവിടെയും ഉണ്ട് ഇയാൾക്ക് 10 സുഹൃത്തുക്കളില്ലേ. എന്നാൽ ചിന്തിക്കണേ വാട്സപ്പിലേക്ക് വരുന്ന മുഴുവൻ ആളുകളെയും നിന്റെ ഫ്രണ്ടാക്കണ്ട പെങ്ങളെ. നിനക്ക് വാട്സപ്പ് ആയാലും അല്ലെങ്കിലും നിനക്ക് നീ ചങ്ങാതിത്തം കെട്ടേണ്ട ആളുകൾ ആരൊക്കെയാണ്? നിനക്കാരോടെല്ലാം ചങ്ങാത്തം സ്ഥാപിക്കാമെന്ന് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാത്ത ഒരാൾ നിന്റെ വാട്സപ്പിലോ നിന്റെ ഫേസ്ബുക്കിലോ ഫ്രണ്ടായി ഉണ്ടോ? നാളെ ഖബറിലെ ചോദ്യമാണത്. പ്രിയമുള്ള സഹോദര, ഖബറിലെ ചോദ്യമാണ്. അല്ലാഹു അരുത് എന്ന് പറഞ്ഞ ആരെങ്കിലും നമ്മുടെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഫ്രണ്ടായി ഉണ്ടോ? ഖബറിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതാ. വമൻ ഇഖ്വാനുക, ഭൂമിയിൽ നിന്റെ ഫ്രണ്ട്സുകൾ ആരായിരുന്നടോ? ഖബറിലെ ചോദ്യമാണ്, അല്ലാഹുവിന്റെ ചോദ്യമാണത്. മുഅ്മിനായ മനുഷ്യനെ പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പിൽ 2000 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ ഓരോ ഫ്രണ്ട്സിനെ കുറിച്ചും നിങ്ങൾ ആലോചിക്കണം. അവനെ നിങ്ങൾ ഫ്രണ്ടാക്കിയത് എന്തിന്റെ പേരിലാണ്? അവനുമായി നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് എന്തിന്റെ പേരിലാണ്? ചിന്തിക്കണേ. വമൻ ഇഖ്വാനുക, നിങ്ങളുടെ സഹോദരങ്ങൾ ആരാണ്? ഭൂമിയിലെ ചങ്ങാതിമാർ ആരെന്ന ഖബറിലെ ചോദ്യമാ. മുഅ്മിനായ മനുഷ്യനാ മറുപടി പറയുന്നത് അൽ മുഅ്മിനൂന ഇഖ്വാനി. അല്ലാഹുവേ, മുഅ്മിനീങ്ങളല്ലാതെ ഒരാളും എന്റെ ചങ്ങാതിമാരായി ഉണ്ടായിരുന്നില്ല. മുഅ്മിനായ മനുഷ്യനെ മറുപടി പറയാൻ കഴിയുള്ളൂ. റഹമുർ-റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. ഒക്കെ പറയൂ ആമീൻ. അല്ലാഹു ചേർത്തി തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചങ്ങായിമാരാക്കണ്ടേ. ജീവിച്ചിരിക്കുന്ന മുഅ്മിനാണെങ്കിലും മരിച്ചുപോയ മുഅ്മിനാണെങ്കിലും അല്ലേ, മരിച്ച ആളാണെങ്കിലും മുഅ്മിനാണെങ്കിൽ അയാളെ ചങ്ങാതിയാക്കാം. മരിച്ചോലെങ്ങനെ ചങ്ങാതിയാക്കല്? പോലെ സ്നേഹിക്കുക. എന്റെ സ്നേഹിതനാണ്, ഞാൻ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ് എന്നെ സ്നേഹിതൻ. അതെന്നെ ഇഖ്വാൻ. ആരായിരുന്നു എന്റെ ഇഖ്വാൻ എന്ന ഖബറിലെ ചോദ്യം. മരിച്ചുപോയ നല്ല നല്ല മുഅ്മിനീങ്ങളുമായിട്ട് ബന്ധമുണ്ടാവുക. ഓന്റെ പോക്കറ്റിൽ എപ്പോഴും പേഴ്സ് എടുത്ത് നോക്കിയാൽ പ്രേം നസീറിന്റെ ഫോട്ടോമാണ്. അപ്പൊ എന്തായിരുന്നതോ ഓന് പ്രേം നസീറിനോടാണ്. അതുകൊണ്ടാണ് അവന്റെ പ്രേമം പ്രേം നസീറിനോടാണ്, അവന്റെ സ്നേഹം പ്രേം നസീറിനോടാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഫോട്ടോ പോക്കറ്റിലെ പേഴ്സിൽ പ്രേം നസീറിന്റെ അവൻ എടുത്തു വെച്ചത്. ഖബറിലെ ചോദ്യമാ. മുഅ്മിനീങ്ങളായ ആളുകളെ സ്നേഹിച്ചോളൂ. ബദരീങ്ങളോട് ഇയാൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്, ഉഹദീങ്ങളോട് ഇഷ്ടമാണ്, മഹാനായ ഗൗസുൽ ആദമിനോട് ഇഷ്ടമാണ്, അതേപോലെ മഹാനായ അഹ്മദ് അൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനോട് ഇഷ്ടമാണ്. ഇവരോടൊക്കെ വല്ലാത്ത ഇഷ്ടമാണ്. കണ്ണിയത്തുത്താദിനോട് ഇഷ്ടമാണ്, ശംസുൽ ഉലമയോട് ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഫാത്തിഹ ഓതിയിട്ട് ഹദിയ ചെയ്യാറുണ്ട്. അത് മഹബത്താണല്ലേ, തെളിവാണല്ലോ. ആരെയായിരുന്നതോ ഭൂമിയിൽ നിന്ന് നീ സ്നേഹിച്ചത്? ഖബറിലെ ചോദ്യമാ. ഭൂമിയിലെ മുഅ്മിനീങ്ങളുമായിട്ടായിരുന്നു എനിക്ക് ബന്ധമെന്ന് പറയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭൂമിയിലെ നിന്റെ ചങ്ങാതിച്ചിമാർ ആരായിരുന്നു? അടുത്ത ചോദ്യമാണ്. നീ ആരൊക്കെയായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചത്? ഏതൊക്കെ പെണ്ണായിരുന്നു നിന്റെ ചങ്ങാതിമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്? ഖബറിലെ ചോദ്യമാ. ഖബറിലെ ചോദ്യമാണ്. പെങ്ങളെ ഖബറിലെ ചോദ്യമാണ്. നിന്റെ ഫോട്ടോ എടുത്ത് നീ വാട്സപ്പിലേക്ക് അത് കടത്തി വിട്ടിട്ട് എത്ര ലൈക്ക് കിട്ടുന്നുവെന്ന്, നിന്റെ ഫോട്ടോ കണ്ട ആളുകൾ എത്ര ലൈക്ക് അടിക്കുന്നുവെന്ന് നീ പരിശോധിച്ചാൽ നീ നരകത്തിന്റെ ആളാ. ലാ ശക്ക ഫീഹി, അതിൽ സംശയമേ ഇല്ല. നിന്റെ ഫോട്ടോ അങ്ങനെ എടുത്ത് വിടാൻ പറ്റൂല. നിന്റെ ഫോട്ടോ അങ്ങനെ എടുത്ത് വിടാൻ പറ്റൂല. എന്തുകൊണ്ട് അനുവാദമില്ല? നീ ലൈക്ക് കാത്തിരിക്കുകയാണോ? നിനക്ക് വേണ്ടി മലക്കുകൾ നരകത്തിലേക്കുള്ള ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെങ്ങളെ ശ്രദ്ധിക്കണേ. വമൻ അഖവാതുക, ഭൂമിയിൽ നീ ആരുമായില്ലാമാണ് ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചത്? പുരുഷനോട് ചോദ്യമാണ്, പെണ്ണിനോട് ചോദ്യമാണ്. ഏതൊക്കെ ചങ്ങാതിച്ചുമാരായിരുന്നു നിനക്കുണ്ടായിരുന്നത്? മുഅ്മിനായ മനുഷ്യനെ പറയാൻ കഴിയൂ. അൽ മുഅ്മിനാതു അഖവാതി. അല്ലാഹ്, മുഅ്മിനത്തുകളായ സ്ത്രീകളെ ഇല്ലാതെ ഞാൻ സ്നേഹിച്ചിട്ടില്ല റബ്ബേ. നഫീസത്തുൽ വിസ്രി എന്റെ സ്നേഹഭാജനമായിരുന്നു. ഖദീജത്തുൽ കുബ്ര എന്റെ സ്നേഹഭാജനമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ എന്റെ ഉമ്മമാരോ
അവളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ കഴിയണേ. റാബിയത്തുൽ അദവിയായോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. മുഅ്മിനത്തുകളെ ഇല്ലാതെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. നഫീസത്തുൽ മിസ്രിയായോട് വല്ലാത്ത സ്നേഹം, അതുകൊണ്ട് എപ്പോഴും ചൊല്ലും നഫീസത്ത് മാല. അവരെ ആ മറുപടി പറയാൻ കഴിയൂ. റഹ്മുർ-റഹീമീനായ അല്ലാഹുവേ, നാലാമത്തെ ചോദ്യമാണിത്. ആറാമത്തെ ചോദ്യമാണിത് ഖബറിലെ. ശ്രദ്ധിക്കണേ എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഒന്നാമത്തെ വിചാരണ. ഇത് ഖബറിലെ ഒന്നാമത്തെ വിചാരണ. ചില ആളുകൾ പറയാറുണ്ട് ലോകകപ്പ് മർദ്ദനം അള്ളാന്റെ അടുത്തില്ല, മഹ്ശറയിലെ വലിയ വിചാരണ ഉണ്ടാവുള്ളൂ. വെറുതെ പറഞ്ഞു. രണ്ട് വിചാരണയുണ്ട്. അതിൽ ഒന്ന് ഖബറിലാണ്, രണ്ടാമത്തേത് എവിടെയാണ്? മഹ്ശറയിലാണ്. രണ്ടാമത്തെ വിചാരണ മഹ്ശറയിലാണ്. രണ്ടാമത്തെ വിചാരണ മഹ്ശറയിലാണ്. സമയം ഉണ്ടാവുമെന്നറിയില്ല, പോയി നോക്ക. എനിക്ക് നിർത്തണം എന്ന് തോന്നിയാൽ ഞാൻ നിർത്തുന്നതാണ്. ചിലപ്പോൾ വിചാരണ തന്നെ പറഞ്ഞുകൊള്ളണമെന്നില്ല. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഖബറിൽ കിടക്കുന്ന മനുഷ്യനോടുള്ള മനുഷ്യന്റെ വിചാരണ കഴിഞ്ഞു. അതിൽ അവസാനത്തെ ഒരു ചോദ്യം ഉണ്ട്. ആ അവസാനത്തെ ചോദ്യം എന്താ? അവസാനത്തെ ചോദ്യം ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും ഖബറിൽ കിടക്കുന്ന ആളെ. മാ ഇൽമുക ഫീ ഹാദർ റജുൽ, ഈ ആളെ കുറിച്ച് നിന്റെ വിവരം എന്താണ്? അവസാനത്തെ ചോദ്യമാണ്. ഈ ആളെ കുറിച്ച് നിന്റെ വിവരം എന്താണ്? അല്ലേ, ചില ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവൂലേ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യക്തിയെ കുറിച്ച് ചോദിച്ച് അയാളുടെ ഏറ്റവും വലിയ സ്ഥാനമേത് ചോദിക്കണം. 1,24,000-ഓളം പ്രവാചകന്മാർ ഭൂമിയിൽ വന്നുപോയിട്ടുണ്ട്. ഒരാളെ കുറിച്ചും ഖബറിൽ ചോദ്യമില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ചല്ലാതെ. ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, മാ ഇൽമുക ഫീ ഹാദർ റജുൽ, ഈ ആളെ കുറിച്ച് നിങ്ങളുടെ വിവരം എന്താണ്? അപ്പോഴാ മുഅ്മിനായ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് പറയുന്നത്, അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ ഉത്തരം പറയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ ഉത്തരം പറഞ്ഞു കഴിയുമ്പോഴാണ് ഖബറിൽ ഒരു അശരീരി കേൾക്കുന്നത്, അൻസ്വദഖ അബ്ദി, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്. ഫഫ്റുശൂഹു മിനൽ ജന്ന, മലക്കുകളെ ഇയാൾക്ക് നിങ്ങൾ സ്വർഗ്ഗത്തിലെ ഉടയാടകൾ ധരിപ്പിക്കണേ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. ആ സമയത്ത് ഫയഫ്തഹു ലഹു ബാബുൻ ഇൻദ റിജ്ലി, അയാളുടെ കാലിന്റെ ഭാഗത്തുള്ള ചുമരിൽ സ്വർഗ്ഗത്തിലേക്ക് ഒരു കവാടം തുറക്കപ്പെടുന്നതാണ്. കാലിന്റെ ഭാഗത്തുള്ള ചുമരിൽ സ്വർഗ്ഗത്തിലേക്ക് ഒരു വിൻഡോ തുറന്നു കൊടുക്കും. ഈ വിൻഡോ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് തിരിയോ ഇപ്പൊ തിരിയോ, മുമ്പിലുള്ള 24 ഇഞ്ച് സ്ക്രീനിലാണ് അയാൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ, 25 ഇഞ്ചും വേണ്ട, ഇപ്പൊ മൊബൈലിന്റെ സ്ക്രീനിന്റെ വലിപ്പത്തിലായിരിക്കും. ഉണ്ടത് മൊബൈലിന്റെ ആളുകൾ ആരും ഇല്ല ഇവിടെ, ഇല്ലേ? നിങ്ങളോട് ചോദിച്ചിട്ടാണ് എനിക്ക് വേറെ സ്ഥലത്ത് പറയാൻ, തെറ്റിപ്പോകാൻ പാടില്ല. ഇൽമു കറക്റ്റായിട്ട് പറഞ്ഞു തരണം, അല്ലേ? ചെറിയ ഒരു സ്ക്രീനിലാണ് ലോകത്തെല്ലാം കാണുന്നത്. കാലിന്റെ ഭാഗത്തുനിന്ന്, തലന്റെ ഭാഗത്തല്ല. റൂമിൽ കടന്നുറങ്ങുന്ന സമയത്ത് ടി വി എവിടെയെങ്കിൽ തലന്റെ അപ്പുറത്തല്ല, തലന്റെ അപ്പുറത്ത് വെച്ചാൽ നോക്കേണ്ടി വരും. കാലിന്റെ ഭാഗത്ത് ഖബറിൽ ഒരു കവാടം തുറക്കപ്പെടുന്നു സ്വർഗത്തിലേക്ക്. അങ്ങനെ നോക്കിയിട്ട് കിടക്കും. മുഅ്മിനാണെങ്കിൽ ഇത്ര കൊല്ലം, ആയിരക്കണക്കായ കൊല്ലം കടന്നിട്ട് പിന്നെ അവനെ ഖബറിൽ എഴുന്നേൽപ്പിക്കും. എന്നോട് ചോദിക്കും, എന്നിട്ടവനോട് ചോദിക്കും, കം ലബിത്തും, നിങ്ങൾ എത്ര കാല ഖബറിൽ കടന്നത്? അപ്പം പറയാം, യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം കടന്നു എന്ന് ഉറപ്പില്ല, അര ദിവസമായിട്ടുണ്ട്. അത്ര ചെറുതായ, കാരണം എന്താ, ആ ജാതി അനുഭൂതികൾ അങ്ങനെ കാണുന്നത് കണ്ട് 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 അതിൽ ലയിച്ചിങ്ങനെ കിടക്കുകയാ. സ്വർഗത്തിന്റെ കാഴ്ചകളാണ് അവന് കാണുന്നത്. കാഴ്ച, സ്വർഗത്തിന്റെ വിശാലത എത്ര? സ്വർഗത്തിന്റെ വീതി ആകാശഭൂമികളുടെ അത്രയും വലുപ്പമാണ്. വീതിയെ പറഞ്ഞിട്ടുള്ളൂ, എന്ത് പറഞ്ഞിട്ടില്ല? നീളം പറഞ്ഞിട്ടില്ല. അപ്പൊ വീതിയാണോ കൂടുതൽ ഉണ്ടാവുക, നീളാണോ കൂടുതൽ ഉണ്ടാവുക? വീതിയാണോ നീളാണോ കൂടുതൽ? ഒരു സാധനത്തിന്റെ വീതിയാണോ കൂടുതൽ ഉണ്ടാവുക, നീളാണോ കൂടുതൽ ഉണ്ടാവുക?
നീളമാണ് കൂടുതൽ. അപ്പൊ ശ്രദ്ധിക്കണം, സ്വർഗത്തിന്റെ വീതിയെ പറഞ്ഞുള്ളൂ, നീളം പറഞ്ഞിട്ടില്ല. വീതിയെ കുറിച്ച് പറഞ്ഞത് ആകാശഭൂമികളുടെ വലിപ്പമാണ്. വീതിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അപ്പൊ നീളം അല്ലാഹു പറഞ്ഞിട്ടില്ല. ഊഹിക്കാമല്ലോ എത്ര വലിയ ലോകമാണ് ആ ലോകം. സഞ്ചാരം എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് ഉണ്ട് എന്ന് പറഞ്ഞൊരാൾ എത്രയോ ആയി, 300 ചില്ലാനോ 400 ചില്ലാനോ അയാൾ പറയുമ്പോൾ ആയിണ്, ഇതുവരെ തീർന്നിട്ടില്ല, ഭൂമി എന്നെ കണ്ടിട്ട് തീർന്നിട്ടില്ല. ആഴ്ചകളോളം കണ്ടിട്ട് തീർന്നിട്ടില്ല, കൊല്ലങ്ങളോളം കണ്ടിട്ട് തീർന്നിട്ടില്ല. എന്നാൽ ആലോചിക്കണേ, ആകാശഭൂമികളുടെ വിശാലതയുള്ള വീതിയുള്ള എത്രയോ മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും വിശാലമായ സ്വർഗത്തിന്റെ കാഴ്ചകൾ അവൻ ഇങ്ങനെ കണ്ടു കിടക്കാൻ. അതുകൊണ്ട് തന്നെ അവനെ അറിയണില്ല. ഞാൻ ഇപ്പൊ അടുത്തൊരു ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണ്. അപ്പൊ കണ്ടക്ടർ ഒരു ചങ്ങായി ഉണ്ട്, വാട്സപ്പിൽ ഇങ്ങനെ കളിക്കാൻ. കണ്ടക്ടർ വന്നു അവൻ്റെ അടുത്ത്, ടിക്കറ്റ് കേട്ടിട്ടുണ്ടേ. പിന്നെ പറഞ്ഞു ടിക്കറ്റ്. കണ്ടക്ടർ വന്നത് തോണ്ടി ടിക്കറ്റ്. പിന്നെ ഞാൻ കാണുന്നത് കണ്ടക്ടറിന്റെ തോള് പിടിച്ച് കൊടുക്കുക. അപ്പൊ അവരെങ്ങനെ നോക്കണം, അപ്പൊ ബസ്സിലാന്നുള്ള ബോധം പോലും അവനില്ല. അപ്പൊ അവരെങ്ങനെ മേപ്പിട്ട് നോക്കണം ടിക്കറ്റ്. അപ്പോൾ അവനെ മനസ്സിലായി ഞാൻ ബസ് യാത്ര ചെയ്യാണ്, ഇതിൽ ലയിച്ചു വേണം, ഇതിൽ ലയിച്ചു പോയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ നിങ്ങൾ. അങ്ങനെ പല അനുഭവം ജീവിതത്തിൽ നമുക്കില്ലേ. ഖബറിൽ കടന്ന് സ്വർഗത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാ. ഖിയാമത്ത് നാളിൽ പുനർജന്മം ചെയ്ത അല്ലാഹ് ചോദിക്കാണ്, ഖം ലബിത്തും, നിങ്ങൾ എത്രയാണ് ഭൂമിയിൽ ജീവിച്ചത്? അവർ പറയുന്നു മലക്കുകളോട്, ലബിത്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം ഞങ്ങൾ താമസിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ്. അര ദിവസമായിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അനുഭൂതി. എന്നാൽ മുഅ്മിനല്ലാത്ത ആളാണോ? അയാളോട് ചോദിക്കും, ഇയാളെ കുറിച്ച് നിന്റെ വിവരം എന്തടോ? അയാൾ പറയും, അറിയില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ആ ശരീരം വരുന്നത്. എന്റെ അടിമ പറഞ്ഞത് കളവാണ്. നരകത്തിലെ ഉടയാടകൾ കൊടുക്കണം അയാൾക്ക്. നരകത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കണം. ഖാനിന്റെ ഭാഗത്തതാ നരകത്തിലേക്ക് ഒരു കവാടം തുറക്കപ്പെടുന്നു. പിന്നെ ഖിയാമത്ത് നാൾ വരെ ആ കവാടത്തിലേക്ക് നോക്കിയിട്ട് അയാൾ അങ്ങനെ കിടക്കാൻ ബേജാറായി കിടക്കുകയാ. അങ്ങനെ അതാ ലോകാവസാനം സംഭവിക്കുന്നു. ലോകം തകർന്നു പോയി. 40 കൊല്ലം പിന്നെ ഭൂമി എങ്ങനെ തന്നെ കിടക്കുമത്ര. ഈ പ്രപഞ്ചം എല്ലാം നശിക്കും. നമ്മൾ ആദ്യമായി തോന്നിയല്ലോ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു അല്ലാത്ത എല്ലാം നശിച്ചു പോകും, എല്ലാം തകർന്നു പോകുന്ന ഒരു ദിവസം കടന്നു വരാറുണ്ടതാണ് ഖിയാമത്ത് നാൾ. അതോടുകൂടെ എല്ലാം നശിച്ചു പോകുന്നു. പിന്നെ അങ്ങനെ തന്നെ കിടക്കുന്നു. 40 ആമാ, 40 കൊല്ലം അങ്ങനെ തന്നെ കിടക്കുകയാണ്. 40 കൊല്ലം അങ്ങനെ തന്നെ കിടക്കുന്ന. ഏത് 40? നമ്മളെ ഈ 40 അല്ല, ഈ 40 അല്ല. പിന്നെയോ അത് അന്നത്തെ 40 കൊല്ലമാണ്. ഇന്നത്തെ 40 കൊല്ലം പോണ തന്നെ അറിയില്ല. അറിയണ്ടോ? നേരം വിളിക്കണ വൈകുന്നേരമാണ്, നേരം വിളിക്കണ വൈകുന്നേരം. കഴിഞ്ഞല്ലോ റബീഉൽ അവ്വൽ മൗലിദ് ഓതിയിട്ടുള്ളൂ. അപ്പത്തെ ഒരു മൗലിദ്, അപ്പത്തിന് കാണാൻ നോമ്പ് വരണം, അപ്പത്തെ കാണാൻ ഹജ്ജ് വരണം. ഹജ്ജ് കഴിഞ്ഞിട്ടില്ല, അടുത്ത ഹജ്ജിന് അപേക്ഷിക്കാൻ സമയമായി. 60,000 ചില്ലാൻ ആളുകൾ അപേക്ഷിച്ചു. ഹജ്ജിനായോ ചോദിക്കാൻ സമയമായി. ഈ 40 കൊല്ലം അങ്ങനെ തന്നെ കിടക്കുമത്രേ. പിന്നെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർജന്മം ചെയ്യിപ്പിക്കാനായി ഉദ്ദേശിക്കുകയാണ്. എല്ലാവരും നശിക്കുന്ന അസ്രായീൽ അലൈഹിസ്സലാം മരിക്കുന്ന. അസ്രായീൽ അലൈഹിസ്സലാം മരിക്കുമ്പോഴാണ് മരണത്തിന്റെ വേദന എന്താണ് എന്ന് അസ്രായീൽ അലൈഹിസ്സലാം അറിയുന്നത്. അസ്രായീലിനെ അറിയില്ല. അപ്പൊ നമ്മുടെ റൂഹ് പിടിക്കുമ്പോ എത്ര വേദന ഉണ്ട്. അല്ലാഹു അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറയും, അസ്രായീലേ, നിങ്ങൾ തന്നെ നിങ്ങളുടെ റൂഹ് സ്വയം പിടിച്ചോളൂ. അസ്രായീൽ അലൈഹിസ്സലാം റൂഹങ്ങ് പിടിക്കാൻ ഒരുങ്ങുന്നു. വേദനിക്കുമ്പോൾ ഒരട്ടഹാസമാണത്രേ അസ്രായീൽ അലൈഹിസ്സലാം. അപ്പൊ പറയത്രേ റബ്ബിനോട്, മരണസമയത്ത് ഇത്രമാത്രം വേദന ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഞാൻ വേദന ഒന്നുകൂടെ ലഘൂകരിച്ചു കൊടുക്കുമായിരുന്നേനെ. ഇസ്രായേലും മരിച്ചു പോവാൻ, എല്ലാരും മരിച്ചു കിടക്കുന്നു. 40 കൊല്ലം കഴിയുന്നു. അല്ലാഹു വീണ്ടും പുനർജന്മം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ജനങ്ങളെ എല്ലാം, മനുഷ്യജന്യ വർഗത്തെ രണ്ടാമതും പുനർജന്മം ചെയ്യാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. അതിനു മുമ്പ് ആദ്യമായി അല്ലാഹു പുനർജന്മം ചെയ്യുന്നത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു മുമ്പായി മഹാനായ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ അലൈഹിമുസ്സലാം ഈ 4 മലക്കുകളെയും അല്ലാഹു പുനർജന്മം ചെയ്യുമത്രേ. എന്നിട്ട് അവരോട് പറയുമത്രേ, ഞാൻ ലോകത്തെ പുനർജീവിപ്പിക്കാൻ പോവാണ്. നിങ്ങൾ അതിന്റെ മുമ്പായി എന്റെ ഹബീബിനെ പോയി വിളിച്ചു കൊണ്ടുവരണേ. അന അവ്വലു മൻ ഉബഅതു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദ്യമായി പുനർജന്മം ചെയ്യപ്പെടുന്ന ആള് ഞാനാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മലക്കുകൾ നേരെ വരുന്നു. അല്ലാഹുവിനോട് പറയുന്നു, എന്റെ ഹബീബിനെ വിളിച്ചു കൊണ്ടുവരണേ. അവർ ചോദിക്കും, അല്ലാഹുവേ, ഭൂമി നശിച്ചു കിടക്കുകയാണല്ലോ, എന്റെ റസൂലുള്ളാഹിന്റെ ഖബർ എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു പറയുക, മലക്കുകളെ ഭൂമിയിലേക്ക് നോക്കൂ, ആ പ്രകാശം വരുന്ന ഭാഗം കണ്ടില്ലേ നിങ്ങൾ, അതാണ് എന്റെ ഹബീബിന്റെ ഖബർ. അവനതാ നേരെ വരുന്നു ഖബറിന്റെ അടുക്കലേക്ക്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മീകായിൽ അലൈഹിസ്സലാമിനോട് പറയാണ്, മീകായിലേ, റസൂലുള്ളാഹിനെ നിങ്ങൾ വിളിക്കണം. മീകായിലേ, എന്തൊരു ബഹുമാനാണ്, എന്തൊരു ബഹുമാനം. വിളിക്കുന്നിടത്ത് പോലും എന്തൊരു ബഹുമാനം. മീകായിലെ നിങ്ങൾ വിളിക്കൂ, ഞാൻ വിളിക്കില്ല. മീകായിൽ അലൈഹിസ്സലാം ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയാ, ഇസ്രാഫീലേ, നിങ്ങളല്ലേ ഊതിയിട്ട് ലോകം നശിപ്പിച്ചത്, നിങ്ങൾ വിളിക്കൂ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ഇസ്രാഫീൽ അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറയും, ഞാൻ വിളിക്കില്ല, നിങ്ങളല്ലേ റസൂലുള്ളാഹിന്റെ റൂഹ് പിടിച്ചത്, നിങ്ങൾ വിളിക്കൂ റസൂലുള്ളാഹിനെ. അസ്രായീൽ അലൈഹിസ്സലാം പറയും, ഞാനല്ല വിളിക്കാൻ യോഗ്യൻ, ജിബ്രീലേ, നിങ്ങളാ വിളിക്കേണ്ടത്, നിങ്ങളും റസൂലുള്ളാഹിയുമല്ലേ വല്ലാത്ത ആത്മബന്ധമുള്ളത്. അവസാനം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അതാ ഖബർ ഷരീഫിന്റെ അടുത്ത് വെച്ച് വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, ഖും യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എഴുന്നേൽക്കൂ യാ റസൂലല്ലാഹ്. ആ സമയത്ത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹ് പറയാണ്, എന്റെ ഖബർ പുലരും, ഞാൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരും. എന്റെ തലയിൽ നിന്ന് മണ്ണ് തട്ടിക്കുടഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുക. എഴുന്നേൽക്കുന്നത് ശരീരത്തിൽ നിന്ന്, തലയിൽ നിന്ന് മണ്ണ് തട്ടിക്കുടഞ്ഞിട്ട് എഴുന്നേൽക്കും. അല്ലാഹുവിന്റെ ഹബീബിനെയാണ് ആദ്യം പുനർജന്മം ചെയ്യപ്പെടുന്നത്. അപ്പോഴേക്കതാ മലക്കുകൾ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉടയാടകൾ റസൂലുള്ളാഹിക്ക് കൊടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അതാ ഉടയാടകൾ ധരിക്കുകയായി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയും, ഇസ്രാഫീലേ, സൂറന്ന കാഹളത്തിൽ ഊതണേ. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതാൻ ഒരുങ്ങുകയാണ്. ആ കാഹളം എങ്ങനെ നമുക്ക് തിരിയില്ല. മരിച്ചു കഴിഞ്ഞാൽ മുഅ്മിനായ മനുഷ്യന്മാരുടെ റൂഹ് ഇല്ലിയിൽ പോകുന്നു, തമ്പാടികളായ ആളുകളുടെ റൂഹ് സജ്ജിയിൽ പോകുന്നു. ഖിയാമത്ത് നാളാകുമ്പോൾ ഈ റൂഹുകൾ മുഴുവൻ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ സൂറന്ന കാഹളത്തിലുള്ള ഒരൊറ്റ ഊത്താണ്. ഊതുന്നതോടുകൂടെ ആത്മാക്കൾ പറന്നു പോകുന്നു. ആത്മാവിന്റെ സ്വഭാവം എങ്ങനെ? പറക്കുക. ഈ ശരീരത്തിൽ നിന്നാണ് വിട്ടാ പിന്നെ ഇങ്ങനെ ഒഴുകി പറന്നു നടക്കലാണ്, ഒഴുകി പറന്നു നടക്കലാണ്, ഒഴുകി പറന്നു നടക്കലാണ്. ആത്മാവിന്റെ സ്വഭാവം അതാണ്. ഈ ആത്മാവിനെ ഒരു സ്ഥലത്ത് പിടിച്ചു കെട്ടാനാണ് ഈ ശരീരം കൊടുത്തത്, അല്ലേ? അല്ലെങ്കിൽ നമ്മളെ പുതിയ പിള്ളേരൊന്നും ഒരു ദിവസം ഇവിടെ ഉണ്ടാവും, പിന്നെ ഇവിടെ ഉണ്ടാവില്ല. ആ ആത്മാവിനെ ആ ശരീരത്തിൽ പിടിച്ചൊതുക്കി നിർത്തുവാനാണ് ഒരു പ്രത്യേകമായ സ്ഥലത്ത്. അല്ല എങ്കിൽ ആത്മാവ് ഇങ്ങനെ ഒഴുകി കളിക്കുന്നതാണ്. ആത്മാക്കൾ ഒഴുകി വരുന്നു. ഉരുമ്പിപ്പോയ എല്ലുകളെ, നിങ്ങളുടെ റബ്ബിലേക്കായി എഴുന്നേറ്റ് വരൂ, വിചാരണക്കായി. ആ സമയത്ത് പുണ്യനബി പറയാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് മുമ്പായി ഒരു മഴ പെയ്യത്രേ. ഈ പുനർജന്മത്തിന് മുമ്പായി മേൽഭാഗത്തു നിന്നൊരു മഴ പെയ്യും. ആ വെള്ളം ഭൂമിയിൽ തലം കെട്ടി നിൽക്കും. ഖബറുകളിലേക്കൊക്കെ ആ വെള്ളം താഴ്ന്നു പോകും. ആ വെള്ളത്തിന്റെ പ്രത്യേകത ഇന്ദ്രിയത്തുള്ളിയെ പോലെയുള്ള വെള്ളമായിരിക്കും. ആ വെള്ളത്തിൽ ഖബറുകളിലൊക്കെ നുരുമ്പിപ്പോയ എല്ലുകൾ ആ വെള്ളത്തിൽ കിടക്കുമ്പോൾ ആ എല്ലുകൾ രണ്ടാമതും പടക്കപ്പെടുകയാണ്. വാക്കുണ്ട്, ഭൂമി നിങ്ങളെ ഉമ്മയാണ്, ഉമ്മുക്കും നിങ്ങളെ ഉമ്മയാണ് ഭൂമി എന്ന് പറഞ്ഞാൽ ഉമ്മ ഗർഭം ധരിക്കുന്ന പോലെ നമ്മ ഗർഭം ധരിക്കുകയാണ്. ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മയാണോ? അല്ലാത്ത അർത്ഥങ്ങളുണ്ട് അതിന്, പറയാൻ സമയമില്ല, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കിടക്കാത്തത്. നിങ്ങളുടെ ഉമ്മയാണ് ഭൂമി. ഉമ്മയെന്ന് പറഞ്ഞെന്താ? ഉമ്മയെ പരിപാലിക്കുന്ന പോലെ ഭൂമിയെ പരിപാലിക്കണം. ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക പ്രയാസങ്ങളിൽ നിന്ന് ഭൂമിയെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു സ്വഭാവമുണ്ട്, എന്താ, കല്യാണമൊക്കെ കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ കൂടി കൊണ്ടുപോയിട്ട് വള്ളത്ത് കൊണ്ടുപോയിട്ട് പുഴയിലും തോട്ടിലും ഇടാൻ പാടില്ല. ഭൂമിയെ കേടുവരുത്തരുത്. കുറെ സൂചനകളുണ്ടതിൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൂമിക്കകത്ത് ഈ ശരീരങ്ങൾ അതാ രൂപാന്തരപ്പെടുകയാണ്. അപ്പോഴാണ് സ്വർണ്ണ കാഹളത്തിൽ ഓതുന്നത്. ഈ റൂഹ് വന്ന ആ റൂഹിന്റെ ശരീരം ഏതാണോ ആ ശരീരവുമായി ടച്ചാവുകയാണ്. ആ ശരീരമായിട്ട് റൂഹ് ടച്ചാവുന്ന. മരിച്ചു കഴിഞ്ഞാൽ റൂഹ് എവിടെയാണ്? പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ഇല്ലീനിലാണ്, വേറെ വിഭാഗം പറഞ്ഞ ഖബറിന്റെ അടുത്ത് തന്നെ ഉണ്ടാവുന്ന. ഖബറിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും റൂഹ്. തിരിയില്ല, നമ്മൾ മരിച്ചാലേ മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം പ്രദാനം ചെയ്യട്ടെ. ഒരു പറ്റ പണ്ഡിതൻ പറഞ്ഞു ഖബറിന്റെ അടുത്ത് തന്നെ റൂഹ് ഉണ്ടാവും. അപ്പൊ വാപ്പാന്റെ അടുത്ത് അസ്സലാമു അലൈക യാ അബി, മരിച്ചു കിടക്കണ വാപ്പാനോട് ചെല്ലുന്നത് പൊട്ടത്തരല്ലടോ, ദീനാണ്, പൊട്ടത്തരമല്ല. നീ ഇത് പറയൽ ശരിയാണ് എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ മരിച്ചോലി കേൾക്കൂല എന്ന് നീ എങ്ങനെ പറയും? അസ്സലാമു അലൈക യാ അബീ, അപ്പാ നിങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആരോടാണ് പറഞ്ഞേ? ഖബറിന്റെ പുറത്തിരിക്കുന്നുണ്ട് ആത്മാവിനോടാണ് പറയുന്നത്. ഏതായാലും ഇതാ ഓ നുരുമ്പിപ്പോയ എല്ലുകളെ, അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയാം. അപ്പോഴേക്ക് ആത്മാക്കൾ വന്ന ശരീരവുമായി ടച്ചാകുന്നു. ഖബറദാ പിളരുകയായി, എഴുന്നേറ്റ് വരുന്നു. ആളുകൾ ഭൂമിയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മണ്ണ് തട്ടിക്കുടഞ്ഞുകൊണ്ടായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അതാ ഇയാൾ എഴുന്നേറ്റ് ഖബറിന്റെ വെളിയിൽ ഇരിക്കുന്നു. ഖബറിന്റെ പുറത്തിരിക്കുന്നത് എത്ര കൊല്ലമാണ്? 1000 കൊല്ലം ഈ മനുഷ്യൻ ഖബറിന്റെ വെളിയിൽ ഇരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വരാനുള്ള രോഗം ആലോചിച്ചു. വളരെ ചെറിയ കാലല്ലേ നമ്മളിപ്പോ ഈ ജീവിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാലല്ലേ? 1000 കൊല്ലം ഇയാൾ ഖബറിന്റെ അടുത്ത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്തുള്ള അവസ്ഥ എങ്ങനെ അറിയും? മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അയാൾ ചെയ്ത അമലുകളൊക്കെ അയാളെ കൂടെ ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവൂല. അതിങ്ങനെ നോക്കിയാൽ പുഞ്ചിരി തൂകി ഇരിക്കുകയാണ്. തമ്മാടിയായ ആളാണോ? തമ്മാടിയാണ്, വ്യഭിചാരിയാണ്, കള്ളുകുടിയനാണ്, തമ്മാടിയാണ്, ആ നാട്ടിൽ ഏറ്റവും മോശപ്പെട്ടവനാണ്. അയാൾ ഇരിക്കുന്ന കോലം എങ്ങനെയാണ്? അയാൾ ആ ഖബറിന്റെ അടുത്തിരിക്കുമ്പോൾ അയാൾ ചെയ്ത തിന്മകൾ മുഴുവൻ അയാളുടെ പെരടിയിൽ കയറിയിരിക്കും. എന്നിട്ട് പറയടാ, ഭൂമിയിൽ നിന്ന് ഞങ്ങളെ മേലെ കയറി നടക്കുന്നു, ഇന്ന് ഞങ്ങൾ നിന്റെ മേലെ കയറിയിരിക്കുകയാണ് എന്ന് പറയുന്നു. 1000 കൊല്ലം അങ്ങനെ തന്നെ ഇരിക്കണമത്രേ. അപ്പോഴാ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നത്, രണ്ടാമത്തെ വിചാരണക്കായി മഹ്ശറിലേക്ക് ഇവരെല്ലാം കൊണ്ടുവരാൻ. ആ സമയത്ത് ആ മലക്കുകൾ വരുന്നു. കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഭൂമിയിലെ ജീവിതത്തെ കുറിച്ച് ഇത്ര വ്യക്തമായി റസൂൽ പറഞ്ഞില്ലല്ലോ, പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഒക്കെ നമുക്ക് അറിയണം. മഹ്ശറിലെ ജീവിതം നമുക്കറിയില്ല, അറിയാത്തതുകൊണ്ട് അറിയാൻ പറ്റാത്തതുമാണ്. അതുകൊണ്ട് ആ പുണ്യനബി ഇത്ര വ്യക്തമായി പറഞ്ഞു തന്നത്. 2 മലക്കുകൾ വരും. ഏതാണ് ആ 2 മലക്കുകൾ? റഖീബ്, അതീദ് അലൈഹിമസ്സലാം. റഖീബ് മുമ്പിൽ നിന്നിട്ട് നമ്മളങ്ങനെ വലിക്കും, അതീദ് ഇങ്ങനെ തുളിച്ചു കൊണ്ടുപോകും. മഹ്ശറിലേക്ക് തെളിക്കുകയാണ്. അങ്ങനെ മഹ്ശറിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. എങ്ങനെയാണ് മഹ്ശറിലേക്ക് പോകുന്ന രംഗം? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കഅന്നഹും ജറാദുൻ മുൻതശിർ. കിളികളെ പോലെ കൂട്ടം കൂട്ടമായി മഹ്ശറിലേക്ക് പോകും. يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا يوم ينفخ في الصور فتأتون أفواجا. ശരീരയിലേക്ക് ആളുകൾ ചെല്ലുന്നത് സംഘം സംഘമായിട്ടാണ്, കൂട്ടം കൂട്ടം. സമ്മേളനത്തിന് പോകുമ്പോൾ അങ്ങനെയല്ല പോവാ, ഒരു നാട്ടുകാരൊക്കെ ഒരു ബസ്സിൽ കൂട്ടം. ഓരോ വിഭാഗമാണ്. നബി ആയത്തോതിയപ്പോൾ റസൂലുള്ളാഹി കരഞ്ഞു.
മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, സംഘമായി പോകുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? എന്താ ഹബീബേ അതിന്റെ അർത്ഥം? മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കാൻ, അബൂദറേ, ആളുകൾ സംഘമായാണ് മഹ്ശറിലേക്ക് പോവുക. നിസ്കരിക്കാത്തവരാണോ അവർ ഒരു സംഘമാണ്, നോമ്പ് നോൽക്കാത്തവരാണോ അവർ വേറൊരു സംഘമാണ്, വ്യഭിചാരികളാണോ അവർ വേറൊരു സംഘമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി എന്നിട്ട് പറഞ്ഞു, അബൂദറേ, മഹ്ശറിലേക്ക് ഒരു സംഘം ആളുകൾ പോകുന്നുണ്ട്. സൂറത്തുഹും അലാ സൂറത്തിൽ ഖനാസീർ, അവരുടെ കോലം പന്നികളുടെ കോലമായിരിക്കും. പന്നിയുടെ കോലത്തിൽ ഒരു ഭാഗം ആളുകൾ മഹ്ശറിലേക്ക് പോകുന്നുണ്ട്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി ആരാണത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഹും താരിഖുസ് സ്വലാത്ത്, നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളാണവർ. നിസ്കരിക്കാത്തവർ പന്നിയുടെ കോലത്തിലാണ് അത്തരം മഹ്ശറിലേക്ക് പോവാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവർ മഹ്ശറിലേക്ക് പോകുന്നത് ലൈസലഹും അർജുൻ വലാ അർജുലുൻ വലാ ഐദിൻ വലാ അർജുൽ, അവർക്ക് കയ്യോ കാലോ ഇല്ല, കയ്യും കാലും ഇല്ലാത്തവരായിട്ടാണ് അവർ മഹ്ശറിലേക്ക് പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനോട് അവർ ചോദിച്ചു, നബി അവരാരാ? റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാരാണെന്നറിയാമോ? അവർ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ച ആളുകളാണ്. അയൽവാസികളെ ബുദ്ധിമുട്ടിച്ച ആളുകൾ കയ്യും കാലും ഇല്ലാതെ മഹ്ശറിലേക്ക് പോവാണ്. കല്യാണത്തിന്റെ പന്തൽ കെട്ടാൻ സ്ഥലമില്ല, അങ്ങനെയല്ലോ, 5 സെന്റിലല്ലേ വീട്, 5 സെന്റിലല്ലേ വീട്. കല്യാണത്തിന് മംഗലത്തിന് പന്തൽ കെട്ടാൻ സ്ഥലമില്ല. അപ്പൊ മറ്റവനോട് ചോദിച്ചാണ്, നിങ്ങളെ വീട്ടിന്റെ മുറ്റത്തുനിന്ന് കൊടുത്തോട്ടെ ഭക്ഷണം. എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഒന്നും കൊടുക്കേണ്ടത്, കുട്ടികളൊക്കെ ഭക്ഷണം തിന്നിട്ട് കൈ ചുമരിലൊക്കെ തേക്കും. ഞാനിപ്പോ 2 മാസം മുമ്പ് വൈരടിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ നീ ഒന്നാലും അടിച്ചാൽ മതി. നിന്റെ ആവശ്യമാണെങ്കിൽ നീ ആ മുറ്റത്ത് വെച്ചെന്നല്ലേ നടത്തുക, നീ പൈൻ്റെ ഒന്നങ്ങോട്ട് അടിച്ചാൽ മതി. അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാം, മഹ്ശറിലേക്ക് പോകുമ്പോൾ അവരെ പ്രത്യേകം തിരിച്ചറിയൂ. അല്ലേ, അയൽവാസി ബുദ്ധിമുട്ടിക്കുക. വീട്ടിൽ കൊടുത്ത വേസ്റ്റൊക്കെ അയൽവാസിന്റെ പറമ്പത്തിൽ, വീട്ടിൽ കൊടുത്ത വേസ്റ്റ് എന്താ, മീൻ കൊടുന്ന് മീനിന്റെ പൊതിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഈ കവർ ഇങ്ങനെ ചുറ്റിട്ട് ഇങ്ങനെ എന്താ, അവിടെ അടുക്കളന്റെ വാതിൽ തുറന്നിട്ടില്ല, അപ്പൊ ആരുമില്ല. ഇനി തുറന്നിട്ടുണ്ടെങ്കിലോ തൽക്കാലം ചുമരിൽ ഇങ്ങനെ അടവെക്കും. എന്നിട്ടോ കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് വീണോട്ടെ, കാരണം പടിഞ്ഞാറ്റോട്ടാണ് കാറ്റ്, അപ്പൊ കാറ്റ് അങ്ങോട്ടാ പോവാ, അവിടെ വെച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിലോ ആരെങ്കിലും ഉണ്ടോ എന്ന് എത്തി നോക്കും, ആരുമില്ല എന്ന് കണ്ടാൽ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണ്. ലൈസലഹും ഐദിൻ വലാ അർജുൽ, കയ്യും കാലുമില്ലാതെയാണ് അവർ മഹ്ശറിലേക്ക് പോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നാമതൊരു വിഭാഗമുണ്ട്, ജുദാമൻ വ ബറസാ, അവർ ശരീരത്തിൽ വെള്ളപ്പാണ്ടും കുഷ്ഠവും പിടിച്ച കോലത്തിലാവും. മഹ്ശറിലേക്ക് വരുമ്പോൾ വെള്ളപ്പാണ്ടും കുഷ്ഠവും രണ്ടും കൂടിയാകുമ്പോൾ എന്താ കഷ്ടം. ആരാണത്? സ്വഹാബികൾ ചോദിച്ചു, നബി ആരാണത്? റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്ഫുൽ വാലിദൈൻ, ജീവിതത്തിൽ വാപ്പാന്റെയും ഉമ്മാന്റെയും വെറുപ്പ് സമ്പാദിച്ചു വെച്ച ആളാണ്. വാപ്പാനെയും ഉമ്മാനെയും കരയിപ്പിച്ചവനാ, വേദനിപ്പിച്ചവനാ, അവൻ മഹ്ശറിലേക്ക് പോവാ വെള്ളപ്പാണ്ടും കുഷ്ഠവും പിടിച്ച കോലത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വാപ്പാനെ വേദനിപ്പിക്കുക, ഉമ്മാനെ വേദനിപ്പിക്കുക. എന്താ, പണ്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, ഒരു 5-6 കൊല്ലം മുമ്പ് ഒരു 60 വയസ്സായ ഒരു ഉമ്മ ഹജ്ജിന് വന്നതാ. മോനെ എന്റെ ഉമ്മന്ന് വന്നു നോക്കിയിട്ട് പോലും ഇല്ല. ഉമ്മാനെ തവാഫ് എറിയിപ്പിക്കാൻ ഒന്നും മോൻ വന്നിട്ടില്ല. മോൻ വിളിച്ച് ചോദിക്കുക, എന്നാ ഉസ്താദ് റിട്ടേൺ ഡേറ്റ് എന്നാണ്? റിട്ടേൺ ഡേറ്റ് എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റാത്തതുകൊണ്ടാണ്, പോണേന്റെ തലേന്ന് വരാൻ എഴുതിയിട്ടാണ്. എന്തിനാ? ഉമ്മാക്കൊരു പെട്ടി കൊണ്ടുപോയി കൊടുക്കാൻ. നോക്കേണ്ട സമയത്ത് ഉമ്മ കൊടുത്ത പെട്ടിയോ 80 കിലോയുള്ള പെട്ടി. ഈ ഉമ്മാക്ക് തന്നെ നടക്കാൻ കഴിയില്ല, പിന്നെ അങ്ങനെ ഉമ്മ ഈ പെട്ടി ഉണ്ടാ? അതിനോ ചോദിച്ചു, അമീറില്ലേ ഉണ്ടാന്ന്? അവൻ ചോദിച്ചു, അമീറില്ലേ ഉണ്ടാന്ന് ചോദിച്ചു. 80 കിലോന്റെ പെട്ടി. ആ പെട്ടി വീട്ടിൽ കൊണ്ടുവന്നോ, പൊളിച്ചു, ഉമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചതാ. ഓന്റെ ഓക്ക് 2 പറുതുണ്ട്, ഓന്റെ ഓളമ്മാക്ക് പറുതുണ്ട്. എല്ലാം ഒരു വെച്ച് നോക്കുന്ന സമയത്ത് പാവം ഈ കൊണ്ടുപോയ ഉമ്മാക്ക് ഒരു തുണിയുടെ കഷ്ടം പോലും ഇല്ലേ. ഉമ്മയെ വേദനിപ്പിച്ചവർ, വാപ്പയെ വേദനിപ്പിച്ചവർ, കരയിപ്പിച്ചവർ, അല്ലേ? കല്യാണം കഴിക്കണവരെ പൈസ ഒക്കെ ഉമ്മാക്കായിരുന്നു അയച്ചു കൊടുക്കല്. ഗൾഫിന്ന്
കല്യാണം കഴിച്ചപ്പോൾ പിന്നെ ഓന്റെ ഉമ്മാനേക്കാളും വലിയ പ്രാധാന്യം അവന്റെ ഭാര്യയായി. പിന്നെ ഭാര്യയാണ് വീതിച്ചു കൊടുക്കുന്നത്. ഉമ്മാന്റെ ഖൽബ് പൊട്ടിപ്പോയിട്ടുണ്ടോ? ജുദാമൻ വ ബറസാ, വെള്ളപ്പാണ്ടും കുട്ടവും പിടിച്ച കോലത്തിലാണ് അത്തരത്തിലുള്ള ആളുകൾ മഹ്ശറിലേക്ക് പോകുന്നത്. ഹബീബ് പഠിപ്പിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ കോലുണ്ട്. വേറെ വിഭാഗം ആളുകളുണ്ട്, അവർ മഹ്ശറിലേക്ക് പോകുന്നത് എങ്ങനെ? അവർ പോകുന്നത് അവരുടെ കണ്ണ് കോങ്കണ്ണാണ്, ചുവന്ന് തുടിച്ചിരിക്കുകയാണ്. അവരുടെ ചുണ്ട് വയറിലേക്ക് താഴ്ന്നു നിൽക്കുന്നു, നാവും വയറിലേക്ക് താഴ്ന്നു നിൽക്കുന്നു. നാവിൽ നിന്നൊരു പ്രത്യേക ജലമൊലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വയറിന്റെ ഭാഗത്തൊരു ദ്വാരമുണ്ട്, ആ ദ്വാരത്തിലൂടെ ദുർഗന്ധം വമിക്കുന്നൊരു ജലം വെളിയിലേക്ക് ഒലിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഇത് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയേ ആരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശാരിബുൽ ഖംർ, കള്ള് കുടിയന്മാരായ തമ്മാടികളാണ്. അവർ ഭൂമിക്ക് പോലെ അങ്ങനെ, ഭൂമിയിലും അവർ മഹ്ശറേക്ക് പോലെ അങ്ങനെ, ഭൂമിയിലും ഏകദേശം അവസ്ഥ അങ്ങനെ അല്ലേ? കുടിച്ച് അവസാനമാകുമ്പോൾ പിന്നെന്താ, അവൻ്റെ വയറൊക്കെ കീറി പൊളിച്ചു, ഇവിടെ തൊളയാക്കി, അതിലൂടെ പൈപ്പിട്ടു, ഇതിലൂടെ പൈപ്പിട്ടു. ഭൂമിയിൽ അങ്ങനെ തന്നെ, മഹ്ശറേക്ക് പോണ പോലും അങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. ചിലർ പറയും, ഞാൻ കള്ളൊന്നും കുടിക്കില്ല, ചെറുതൊക്കെ നാവിൻ്റെ അടിയിലേ വെക്കാറുള്ളൂ. അതിന്റെ ജ്യേഷ്ഠൻ, അഞ്ചൻ, വല്യാപ്പ, വെല്ലിപ്പ, മൂത്താപ്പ, എളാപ്പ, അങ്ങനെയൊക്കെ പറയാം. റഹീമീനായ അല്ലാഹുവേ, എല്ലാ തിന്മയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അഞ്ചാമത് വിഭാഗമുള്ളവർ മഹ്ശറയിലേക്ക് പോകുന്നത് എങ്ങനെ? മുഖം കുത്തിയിട്ടാണ് അവർ നടക്കുന്നത്. വഅർജുലുഹും ഫൗക റൂസിഹിം, അവരുടെ കാലുകൾ അവരുടെ തലക്ക് മുകളിലാണ്. മുഖം ഇങ്ങനെ കുത്തി നിറങ്ങിയിട്ടാണ് അവർ മഹ്ശറയിലേക്ക് പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിനോട് സ്വഹാബികൾ ചോദിച്ചു, ആരാ നബിയത്? റസൂലുള്ളാഹി പറഞ്ഞു, അല്ലദീന യസ്നൂൻ, വ്യഭിചാരികളായ തമ്മാടികളാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒക്കെ പറയൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് മഹ്ശറയിലേക്ക് പോകുന്നത്. മലക്കുകൾ അവരെ വലിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ടതാ വിചാരണക്കായി അല്ലാഹുവിന്റെ മഹ്ശറയിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. ഞാൻ വിചാരണയും കൂടി പറയാൻ നിന്നാലും സമയം കുറെ പോകുമല്ലോ. അടക്കട്ടെ, ഞാൻ അടുത്തൊരു വരവുണ്ടെങ്കിൽ അപ്പാക്ക് 1.5 മണിക്കൂർ വയലു പറയുന്നതാണ് നമ്മൾ പറഞ്ഞത്. 1.5 മണിക്കൂറായി, 1.5 മണിക്കൂറായിരുന്നു, മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുത്ത തവണ ഇനി വരുമ്പോൾ നിങ്ങൾ പറയാം, മഹ്ശറയിൽ എത്തിയിട്ടുള്ളൂ സാധ്യത. അപ്പോൾ പറയുമ്പോൾ വിചാരണ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുറേ ആളുകൾ ഉറങ്ങുന്നുണ്ട്. എനിക്ക് മനസ്സിലായത് ഇന്നലെ നേരം വൈകിട്ടാണ്, നേരത്തെ തുടങ്ങേണ്ടി. ഈ വയലൊക്കെ നേരത്തെ തുടങ്ങും, നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിപ്പിക്കും. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ നേരത്തെ വന്നിട്ടില്ല. ഞാൻ 8:30 ഇവിടെ ഉണ്ട്. 8:30 ഞാൻ ഈ നാട്ടിലെത്തി. 8:30 ഞാൻ എത്തിയാൽ ഇപ്പോൾ വയൽ കഴിഞ്ഞ് 10:30 വയൽ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കൂർക്കം വലിക്കണ സമയം, ഉറങ്ങാനുള്ള സമയം. പല ആളുകൾ ഉറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാനത് പരിഗണിക്കാതെ അങ്ങനെ പറയാതെ, മനസ്സിലായില്ലേ? ചില ആളുകളെ കാടിയിട്ട് വീഴുമോയെന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങളല്ല, അങ്ങോട്ട് നോക്കാത്ത എന്തുകൊണ്ടറിയോ? ആട് നോക്കി ഓല ആരെങ്കിലും ടെൻഷനാണ് തന്നിട്ട് അങ്ങോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.